Welcome and greetings from Kindergarten at Bethesda in the matchless name of our Lord and Savior Jesus Christ. സഹോദരങ്ങളെ, നമുക്കിന്ന് കുട്ടികളെ പറ്റി അല്പമായി ചിന്തിക്കാം. ചിൽഡ്രൻ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ മഹത്തരമായ സൃഷ്ടികളാണ് കുട്ടികൾ. വളരെ സന്തോഷത്തോടെ തങ്ങളുടെ മാതാപിതാക്കളോടൊപ്പം സഹോദരി സഹോദരന്മാരോടൊപ്പം സുരക്ഷിതമായി ഭയമില്ലാതെ അവരുടെ കാര്യങ്ങളൊക്കെയും മറ്റുള്ളവർ സാധിപ്പിച്ചു കൊടുത്തുകൊണ്ട് നല്ല വിദ്യാഭ്യാസമൊക്കെ ലഭിക്കുന്നവരായി അവർ ജീവിക്കുന്നു. അതുപോലെ തന്നെ മാതാവോ പിതാവോ ഇല്ലാതെ അല്ലെങ്കിൽ രണ്ടുപേരും നഷ്ടപ്പെട്ട് അനാഥരായി ഒട്ടും സുരക്ഷിതമല്ലാത്ത ജീവിത സാഹചര്യങ്ങളിൽ ഭയപ്പാടോടെ മറ്റുള്ളവരാൽ ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ട് അതുപോലെ തന്നെ രോഗം പിടിച്ചവരായി ഭക്ഷണപാനീയങ്ങളില്ലാത്തവരായി ജീവിതത്തിൻ്റെ യാതൊരു സുഖമോ സന്തോഷമോ ലഭിക്കാതെ ആയിരിക്കുന്ന കുട്ടികളുമുണ്ട്. നാം കുട്ടികളെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഈ രണ്ട് കൂട്ടരെയും നാം മനസ്സിലാക്കണം. അവർ വളരുന്ന പ്രായമാണ്. അവർ പക്വമതികളായിട്ടില്ല, പ്രായമായിട്ടില്ല, യൗവനമായിട്ടില്ല. അപ്പോൾ അവർക്ക് മറ്റുള്ളവരുടെ ആവശ്യമുണ്ട്. അവർ പവർലെസ് ആണ്, വൾനറബിൾ ആണ്. മറ്റുള്ളവർക്ക് അവരുടെ മേൽ എന്തും ചെയ്യാം. സത്യമാണോ വ്യാജമാണോ അല്ലെങ്കിൽ നന്മയാണോ തിന്മയാണോ എന്ന് തിരിച്ചറിയാതെ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുവാനും അംഗീകരിക്കുവാനും അവരെ അനുസരിക്കുവാനും അവർക്ക് ഇടയാകുന്നു. അവർ നന്മതിന്മകളെപ്പറ്റി അല്ലെങ്കിൽ ഒരു ഡിസേൺമെൻറ്റ് അവർക്കുണ്ടായി വരുന്നതേ ഉള്ളൂ. ആ പ്രായത്തിൽ അവരെ ഏത് രീതിയിൽ വേണമെങ്കിലും തിരിക്കാം. അങ്ങനെ കുട്ടികളെ ചൂഷണം ചെയ്യുന്ന ധാരാളം അവസരങ്ങളുണ്ട്. കുട്ടികളെ പല രീതിയിൽ ഉപയോഗിക്കുന്നു. കഠിനമായ വേല ചെയ്യിപ്പിക്കുന്നു, ചൈൽഡ് ലേബർ. അതുപോലെ ഇല്ലീഗൽ സെക്സിന് ഉപയോഗിക്കുന്നു, ചൈൽഡ് സെക്ഷൽ അബ്യൂസ്. അതിൽ കൂടെ അവർക്ക് കടന്നു പോകേണ്ടി വരുന്നു. അവരെ പല പരീക്ഷണങ്ങൾക്ക് ഉപയോഗിക്കുന്നു. അവരിൽ മരുന്നുകളൊക്കെയും കുത്തിവെച്ച് ഈ മരുന്നുകളൊക്കെ എങ്ങനെ പ്രവർത്തിക്കും എന്നറിയുവാൻ അവരെ ഉപയോഗപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഭിക്ഷാടനത്തിന് കുട്ടികളെ ഉപയോഗിക്കുന്നു. അങ്ങനെ പല രീതിയിൽ കുട്ടികൾ അവരുടെ ആ പ്രായത്തിൽ പ്രയാസപ്പെടുന്നവരുണ്ട്. അത് നാം മറന്നുകൂടാ. കുട്ടികളെപ്പറ്റി നാം ചിന്തിക്കുമ്പോൾ എല്ലാ കുട്ടികളും ഒരുപോലെയല്ല. സൗഭാഗ്യത്തോടെ ആയിരിക്കുന്നവരുമുണ്ട്, നിർഭാഗ്യമായ ആ അവസ്ഥയിലായിരിക്കുന്നവരുമുണ്ട്. കുട്ടികളുടെ ആ വളരുന്ന പ്രായത്തിൽ അവരുടെ മനസ്സ്, അവരുടെ ഹൃദയം അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് അതിന് വേണ്ട സംരക്ഷണം കൊടുക്കേണ്ടത്, അവരുടെ ശരീരം എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത്, അവരുടെ മനസ്സെങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത്, അവർക്കെങ്ങനെയാണ് ഒരു സുരക്ഷിതത്വ ബോധം കൊടുക്കേണ്ടത്, ഭയമില്ലാതെ എങ്ങനെ അവർക്ക് ജീവിക്കാൻ പറ്റണം, മറ്റുള്ളവരും ഞങ്ങൾക്കുണ്ട് എന്നുള്ള ഒരു ബോധത്തോടെ, അങ്ങനെ ഒരു ആശ്രയബോധത്തോടെ അവർക്ക് ജീവിക്കുവാൻ പറ്റുന്നുണ്ടോ, അതൊക്കെ നാം ചിന്തിക്കണം. എനിക്ക് മാതാവുണ്ട്, പിതാവുണ്ട്, സഹോദരങ്ങളുണ്ട്, നല്ല ടീച്ചേഴ്സുണ്ട്, എനിക്ക് പറഞ്ഞു തരാൻ എൻ്റെ ഗ്രാൻഡ് പേരൻസ് ഉണ്ട് എന്നൊക്കെ ഒരു ചിന്തയോടെ ജീവിക്കുവാൻ കുട്ടികൾക്ക് കഴിയുന്നുണ്ടോ? അല്ലെങ്കിൽ അതിനൊന്നും അവസരമില്ലാതെ ജീവിക്കുന്ന കുട്ടികളില്ലേ? അതൊക്കെ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു.
പിന്നെ കുട്ടികൾ പഠിക്കുന്നത് അവരെ ഈ പ്രായത്തിൽ, കുട്ടികളുടെ പ്രായത്തിൽ നാം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് അവരുടെ ഹൃദയത്തിൻ്റെ രൂപാന്തരത്തിനിടയാകുന്നത്. അല്ലെങ്കിൽ അവരത് ഗ്രഹിക്കും. കുട്ടികളെ എന്തെല്ലാം പഠിപ്പിക്കണം, കുട്ടികളെ എന്ത് പഠിപ്പിക്കരുത്, അല്ലെങ്കിൽ കുട്ടികൾക്ക് നാം എന്ത് പറഞ്ഞു കൊടുക്കണം, എന്ത് പറഞ്ഞു കൊടുക്കരുത്, അത് നാം പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ഏത് രീതിയിൽ അവരുടെ മനസ്സിനെ ബാധിക്കും എന്നൊക്കെ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ ലോകത്തിലുള്ള ഒരു വലിയ വിഭാഗം ജനക്കൂട്ടം, ആ ഒരു വിഭാഗം കൊച്ചു കുട്ടികളെ അവർക്ക് അവരുടെ ചെറുപ്രായത്തിൽ മുതൽ തന്നെ മനുഷ്യകുലത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ എതിരായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ തക്കവണ്ണം അവരുടെ കേന്ദ്രങ്ങളിൽ അവർ ഒരുമ്പെടുന്നു. അത് ആ ജനവിഭാഗത്തിൻ്റെ ആവിർഭാവം മുതൽ തന്നെ അതവർ ചെയ്യുന്നതാണ്. കാരണം അതവരുടെ ഗ്രന്ഥങ്ങളിൽ, മതഗ്രന്ഥങ്ങളിൽ എഴുതിയിരിക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ അതവർ അനുവർത്തിക്കുന്നു. അത് കൊച്ചു കുട്ടികളെ ചെറുപ്പം മുതലേ പഠിപ്പിക്കുകയാണ്. അവർ പഠിപ്പിക്കുന്നു ചില മതവിഭാഗക്കാരെ, ഉദാഹരണത്തിന് ക്രിസ്ത്യാനികളെയും യഹൂദന്മാരെയും നിങ്ങൾ വെറുക്കണം, അവരെ നിങ്ങൾ കൂട്ടുകാരാക്കി എടുത്തുകൂടാ. പിന്നെ അവർ മുതിർന്നു കഴിയുമ്പോൾ അവരെ കാണുന്നിടത്ത് വെച്ച് അവരെ ഇല്ലായ്മ ചെയ്യണം. അല്ലെങ്കിൽ യഹൂദനെന്ന് പറയുന്ന ഈ ലോകത്തിലുള്ള ഒരു കൂട്ടം ജാതിയാണ്. അവരെ ഈ ഭൂമുഖത്ത് നിന്നും ഇല്ലായ്മ ചെയ്യണം എന്നൊക്കെ ഒരു ചെറുപ്രായം മുതൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ഒരു മതവിഭാഗം ഈ ലോകത്തിലുണ്ടെങ്കിൽ ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ അത് അപകടമാണ്. അതുപോലെ തന്നെ തങ്ങളുടെ സഹജീവികളായ പെൺകുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ എങ്ങനെയാണ് കണക്കാക്കേണ്ടത്? അവരെ വെറും അടിമകളെ പോലെ കണക്കാക്കുക. തങ്ങൾക്ക് ഓൺ ചെയ്യുവാൻ കഴിയുന്ന ഒരു പ്രോപ്പർട്ടിയാണ്, ഒരു വസ്തുവാണ് അത് എന്നാണ് അവരെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ധാരാളം കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുവാൻ, ധാരാളം സ്ത്രീകളെ ഭാര്യമാരാക്കുവാൻ, അങ്ങനെയൊക്കെയും ഓരോ പ്രമാണങ്ങളനുസരിച്ച് ഒരു ജീവിതക്രമങ്ങൾ അവർ രൂപപ്പെടുത്തുകയാണ്. അങ്ങനെ രൂപപ്പെടുത്തിക്കൊണ്ട് ധാരാളമായിട്ടുള്ള ആളുകൾ, ബയോളജിക്കൽ ചിൽഡ്രൻ, ഇങ്ങനെ ഉണ്ടായി വന്ന് ആ കുട്ടികളെ പല രീതിയിൽ ആ മതക്കാർ ഉപയോഗിക്കുകയാണ്. അവർക്കൊരു ഉദ്ദേശമുണ്ട്. ലോകം മുഴുവൻ അവരെ കൊണ്ട് നിറയ്ക്കുക, രാജ്യങ്ങളൊക്കെയും പിടിച്ചെടുക്കുക. അവരുടെ പ്രസ്ഥാനമെന്ന് പറയുന്നത്, അവർക്ക് രാജ്യത്തിനൊരു ബൗണ്ടറി ഇല്ല. ഈ ലോകമാണ് അവരുടെ രാജ്യം. അപ്പോൾ ഇൻവേഡ് ചെയ്ത് ആക്രമിച്ച് കീഴടക്കി രാജ്യം, ലോകം മുഴുവൻ അവരെ കൊണ്ട് നിറയ്ക്കുക. അതിനുവേണ്ടി അവർ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കും. പക്ഷേ പിന്നെ അവർ പറയുന്നത്, കുട്ടികൾ അല്ലെങ്കിൽ അവരുടെ മതത്തിലുള്ള ആൾക്കാർ അവരുടെ ദൈവത്തിന് വേണ്ടി, അവർ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒരു ദൈവത്തിന് വേണ്ടി മറ്റുള്ളവരെ കൊല്ലുവാനും, ആ ഉദ്യമത്തിൽ കൊല്ലപ്പെടുകയാണെങ്കിൽ കൊല്ലപ്പെടുവാനും സജ്ജമാക്കിയെടുക്കുക കുട്ടികളെ. അതായത് അവരുടെ രാജ്യം വർദ്ധിപ്പിക്കുവാൻ, അല്ലെങ്കിൽ ലോകം മുഴുവൻ അവരെ കൊണ്ട് നിറയ്ക്കുവാൻ, അവർ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒരു ദൈവത്തിന് ആരാധന കൊടുക്കുവാൻ, ആ നാമം മാത്രം ഉയർത്തുവാൻ ഇടയാകുമാറ് മറ്റുള്ളവരെയൊക്കെയും
അവരുടെ മതമല്ലാതെ മറ്റൊന്നും ഈ ലോകത്ത് കാണപ്പെടുവാൻ പാടില്ല. പ്രത്യേകിച്ചും അവർ വെറുക്കുന്നത് സത്യദൈവ ആരാധികളായ ആൾക്കാരെയാണ്, യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയും. പിന്നെ മറ്റു മതക്കാരെയൊക്കെയും പിന്നെ ഉള്ളൂ. യഥാർത്ഥമായിട്ടുള്ള സത്യേക ദൈവത്തെ ആരാധിക്കുന്നവരെ ഇല്ലായ്മയാക്കുക, അവരുടെ വംശത്തെ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കുക. ഈ ലോകത്തിൽ ഇന്ന് കണ്ടുവരുന്ന പല കാര്യങ്ങളും അവർ എന്തു പഠിച്ചു വെച്ചിരുന്നു, അല്ലെങ്കിൽ അവരുടെ വീടുകളിൽ, അവരുടെ സ്കൂളുകളിൽ അവരെ എന്തു പഠിപ്പിച്ചു വെച്ചു, അവരുടെ മനസ്സിൽ എന്താണ് കുത്തി നിറയ്ക്കപ്പെട്ടിരിക്കുന്നത്? മറ്റുള്ളവരോടുള്ള വിരോധം, മറ്റുള്ളവരെ ഒക്കെയും നശിപ്പിച്ചിട്ട് തങ്ങൾ മാത്രം ജീവിക്കുക. ആ ഒരു ഐഡിയോളജിയും കൊണ്ട് അവർ ജീവിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കിയത് എപ്പോഴാണ്? ഈ അവസാന കാലഘട്ടങ്ങളിലാണ്. നമുക്കറിയാം, ഇസ്രായേൽക്കാരെ അല്ലെങ്കിൽ യഹൂദന്മാരെ ഹമാസ് ആക്രമിച്ചു. അവരുറങ്ങിക്കിടന്നപ്പോൾ, അല്ലെങ്കിൽ അവരുടെ രാത്രിയിൽ അവരുടെ ഒരു മീറ്റിങ്ങിൽ, അവരുടെ ഒരു ആഘോഷത്തിൽ ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടന, അത് ഭീകരരാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇസ്രായേൽ അവിടെ വലിയ വൻമതിൽ കിട്ടിയിരുന്നു. അവർ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കയറ്റമിറക്കമൊക്കെയും വളരെ കൺട്രോൾഡായിരുന്നു. അവിടെയൊക്കെയും സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. ഈ മതിലെല്ലാം കുറേ ഏരിയ എല്ലാം കൂടെ പൊളിച്ച് കളഞ്ഞിട്ട് ഒറ്റ രാത്രിയിൽ 5000-ൽ പരം മിസൈലുകളും വിട്ട്, റോക്കറ്റിൽ അല്ലെങ്കിൽ പാരഷൂട്ടിൽ ആളുകളെ ഇറക്കി, ഭീകരന്മാരിറങ്ങി വന്ന് ആൾക്കാരെ, യഹൂദന്മാരെയൊക്കെയും 1500-ൽ പരം ആൾക്കാരെ കൊന്നുമുടിച്ച്, അതുപോലെ അനേകം ആളുകളെ ബന്ദികളാക്കി പിടിച്ചുകൊണ്ടുപോയി. അങ്ങനെ ഒരു വലിയ സംഭവം ഈ ലോകത്തിൽ നടന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. എല്ലാ മീഡിയകളിലും ഈ ലോകം ഇന്ന് പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു കാര്യം ഇതാണ്: ഭീകരവാദം. ഭീകരന്മാർ മനുഷ്യവർഗത്തിന് എത്ര നാശമാണ് ഉണ്ടാക്കുന്നത്. അതിനെ ബേസ് ചെയ്ത്, അതിനെ അടിസ്ഥാനമാക്കി ചർച്ചകളും യുദ്ധങ്ങളും യുദ്ധശ്രുതികളും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഏറ്റുമുട്ടലുകൾ, രാജ്യങ്ങൾ പക്ഷം പിടിക്കുന്നു, ചില രാജ്യങ്ങൾ ചേർന്ന് നിൽക്കുന്നു, ചില രാജ്യങ്ങൾ മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ പിശാചിൻ്റെ ശക്തികളും നന്മയുടെ ശക്തികളും, അല്ലെങ്കിൽ വെളിച്ചത്തിൻ്റെ ശക്തികളും അന്ധകാര ശക്തികളും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. വിശുദ്ധ ബൈബിൾ പറയുന്നത്, ഈ കാര്യങ്ങളെല്ലാം വിശുദ്ധ ബൈബിളിൻ്റെ ഒരു പ്രവചന നിവർത്തി പോലെയാണ് കാണുന്നത്. കാരണം കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങുമ്പോൾ മനുഷ്യർ പരസ്പരം ദ്വേഷിക്കുന്നവരും പരസ്പരം കൊല്ലുന്നവരും അമ്മയപ്പന്മാരെ ബഹുമാനിക്കാത്തവരും സ്വയം സ്നേഹികളും മാതൃഹന്താക്കളും പിതൃഹന്താക്കളും ഒക്കെ ആയി മാറുന്നു എന്ന് തിരുവചനത്തിൽ ഉണ്ട്. അതിൻ്റെ നിവൃത്തി എന്ന വണ്ണം സാത്താൻ തൻ്റെ സർവശക്തി ഉപയോഗിച്ച് പോരാടുകയാണ്. അതിനുവേണ്ടി ഒരു വലിയ വിഭാഗം ജനതയെ തൻ്റെ ചട്ടുകങ്ങളാക്കി ഉപയോഗിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ ജനതതി അവരുടെ ഉത്ഭവം മുതൽ എങ്ങനെയാണ് സത്യദൈവ ആരാധികളെ ഈ ഭൂമുഖത്തു നിന്ന് തുടച്ചു നീക്കണം എന്നുള്ള ആ അജണ്ടയുമായി, ആ ഒരു താല്പര്യത്തോടെ അവരുടെ മതപാഠശാലകളിലും എല്ലാം പഠിപ്പിച്ച്, കൺവെൻഷനുകളിൽ പ്രസംഗിച്ച്, ഇങ്ങനെ ഒരു ജനതയെ മുഴുവൻ വിരോധികളാക്കി മാറ്റി ഈ ലോകത്തിലായിരിക്കുന്നു. അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്നത് ആരാണ്? ലോകം മുഴുവന് കലുഷിതമാക്കിക്കൊണ്ടിരിക്കുകയാണ്.
ശരിയായ രീതിയിലുള്ള ഒരു അഭ്യസനം കുട്ടികളിൽ ചെറുപ്പം മുതൽ കൊടുക്കാതെ വിപരീത ദിശയിൽ മറ്റുള്ളവരെ ദ്വേഷിക്കുവാനും പകയ്ക്കുവാനും കൊലയും കൊള്ളിവെപ്പും അതുപോലെ മറ്റുള്ളവരെ വെറുക്കാനും ഒക്കെയും പഠിപ്പിച്ചു അതിനൊരു വ്യത്യാസവുമില്ലാതെ അവർ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇവരുടെ ഈ ഐഡിയോളജിയിൽ നിന്നും അകന്നു നിൽക്കുന്ന അനേകായിരങ്ങളുണ്ട്. അവരുടെ ആ സമൂഹം വിട്ട് പുറത്ത് കടന്നവരുണ്ട്. ആ പുറത്ത് കടന്നവർ തന്നെ അവരുടെ മതത്തെ വിമർശിക്കുകയാണ്. ഇതെന്താണിത്? ഞങ്ങൾ എത്ര പതിറ്റാണ്ടുകൾ ഞങ്ങളിത് സഹിക്കുന്നു. ലോകത്തിന് എത്രമാത്രം കെടുതികളാണ് നിങ്ങൾ കൊടുത്തത്, എത്രമാത്രം ഉപദ്രവങ്ങളാണ് നിങ്ങൾ ചെയ്തത്. അത് സഹിക്കുവാൻ വയ്യാതെ അല്ലെങ്കിൽ അതിനെപ്പറ്റി വിചിന്തനം ചെയ്ത് ഇത് ശരിയല്ലല്ലോ, ഇത് തെറ്റാണല്ലോ, ഇത് പൈശാചികമാണല്ലോ എന്ന് മനസ്സിലാക്കി പുറത്തു ചാടിയവർ ആയിരങ്ങളുണ്ട്. ഇപ്പോഴും അനേകർ ആ മതം വിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ ഇന്നും അതിൽ തൂങ്ങി നിൽക്കുന്നവരുണ്ട്. അതിൻ്റെ ഐഡിയോളജിയിൽ വിശ്വസിച്ചുകൊണ്ട് അത് പ്രചരിപ്പിക്കുകയും അത് പഠിപ്പിക്കുകയും അല്ലെങ്കിൽ മൗനമായി അത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നവരുണ്ട്. അവരുടേതായ നിയമങ്ങൾ, അവരുടേതായ വസ്ത്രരീതി, അവരുടേതായ ആഹാരം, അവരുടേതായ വിനിമയങ്ങൾ എല്ലാം ആ രീതിയിൽ മാറ്റിക്കൊണ്ട് മറ്റുള്ളവരെ എങ്ങനെ ഉപദ്രവിക്കണം, മറ്റുള്ളവരെ എങ്ങനെ നിർമൂലമാക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ ജീവിക്കുന്നവരുണ്ട്. ഇസ്രായേലിൽ കയറി വന്ന് അന്ന് ആക്രമിച്ച ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടന, അത് ഈ മതത്തിൻ്റെ പ്രോഡക്റ്റാണ്, ഉൽപ്പന്നമാണ്. കാരണം ചെറുപ്പം മുതൽ അമ്മ അപ്പ എന്ന് കേൾക്കുന്ന ആ പ്രായം മുതൽ, അല്ലെങ്കിൽ അങ്ങനെ പറയുവാൻ തുടങ്ങിയ ആ പ്രായം മുതൽ ഇങ്ങനെയുള്ള ഒരു ഐഡിയോളജി മനസ്സിൽ കുത്തിവെച്ച് പഠിപ്പിച്ച് അങ്ങനെ വളർന്നു വരുന്ന ഒരു ജനതയാണ്, ഒരു ജനസമൂഹമാണ്. അതിൽ നിന്ന് ഉടലെടുക്കുന്ന തീവ്രവാദ സംഘടനകൾ എണ്ണിയാൽ തീരാത്തവണ്ണമുണ്ട്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ വിവിധങ്ങളായ പേരുകളിൽ അവർ വർക്ക് ചെയ്യുകയാണ്. വലിയ വലിയ ടവേഴ്സൊക്കെ നശിപ്പിക്കുന്നു. അതുപോലെ ലോകത്തിൽ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത രീതിയിൽ അവർ അക്രമങ്ങൾ അഴിച്ചുവിടുന്നു. അതിനെ അപലപിക്കുവാൻ ആരുമില്ല. ആരെങ്കിലും ഇത് തെറ്റാണ് എന്ന് പറഞ്ഞ് അപലപിച്ചാൽ അവരെ നോട്ടപ്പുള്ളികളാക്കുകയാണ്. ലോകത്തിൽ നാം കണ്ടുവരുന്നത് അതാണ്. ഇസ്രായേൽ ഹമാസ് ആ പ്രശ്നം വന്നപ്പോൾ അവർ എങ്ങനെയാണ് കുട്ടികളോട് പെരുമാറിയത്? നാം ഇന്ന് കുട്ടികളെ പറ്റിയാണ് സംസാരിക്കുന്നത്. കുട്ടികളോട് അവരെങ്ങനെയാണ് പെരുമാറിയത്? ക്രൂരതയാണ് അവരുടെ മുഖമുദ്ര. ക്രൂരത. ഹമാസ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ വയലൻസ് എന്നാണ്. ക്രൂരത മുഖമുദ്രയാക്കിക്കൊണ്ട് മാതാപിതാക്കളുടെ മുൻപിൽ വെച്ച് കുട്ടികളെ കൊല്ലുക. ഈ യഹൂദൻ എന്ന വംശത്തെ തന്നെ ഇല്ലായ്മ ചെയ്യുവാൻ അവരുടെ കിബൂട്ട്സുകളിലേക്ക് കയറി വന്ന് കണ്ണിൽ കണ്ടവരെ എല്ലാം വെട്ടിക്കൊല്ലുക. അങ്ങനെ വെട്ടിക്കൊല്ലുന്ന രീതിയിൽ തന്നെ അവർക്ക് വ്യത്യാസമുണ്ട്. എങ്ങനെ കൂടുതൽ തീവ്രമായി അല്ലെങ്കിൽ ക്രൂരത കാണിക്കാം, എങ്ങനെ ക്രൂരത മറ്റുള്ളവരിലേക്ക് കൊടുക്കാം. അതായത് ഒരു മാതാവിൻ്റെ മുന്നിൽ നിന്ന് ആ മാതാവ് ഏറ്റവും സ്നേഹിക്കുന്ന കുഞ്ഞിനെ വെട്ടിക്കൊല്ലുക. വെറുതെ വെട്ടിക്കൊല്ലുകയല്ല, അതിനെ മാക്സിമം ഉപദ്രവിച്ചുകൊണ്ട് പീഡനം കൊടുത്തുകൊണ്ട് കൊല്ലുക. അത് കണ്ട് മാതാവ് കരയുക. അതുപോലെ മാതാവിൻ്റെ മുമ്പിൽ വെച്ച് പിതാവിനെ കൊല്ലുക. അല്ലെങ്കിൽ കുട്ടികളെ അവിടെ നിർത്തിക്കൊണ്ട് മാതാവിനെ കൊല്ലുക, പിതാവിനെ കൊല്ലുക. ഒരു മാതാപിതാക്കളുടെ കരച്ചിൽ ഒരു കുഞ്ഞുങ്ങൾ കേൾക്കുമ്പോൾ അവർ എത്രമാത്രം അവരുടെ ഹൃദയം തകരും. അന്നേരം ഹൃദയവും മനസ്സ് തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഏറ്റവും ദുഃഖപൂർണമാക്കിക്കൊണ്ട് ഉള്ള ഒരു ക്രുവൽറ്റിയാണ് ഹമാസ് അവിടെ നടത്തിയത്. അതുപോലെ പെൺകുട്ടികളെയും സ്ത്രീകളെയും എല്ലാം റേപ്പ് ചെയ്യുക, അവരുടെ അവയവങ്ങൾ മുറിക്കുക. മാനവ ചരിത്രത്തിൽ കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള
നിഷ്ഠൂരമായ മൃഗീയമായ എന്ന് പറയുന്നില്ല, കാരണം മൃഗങ്ങളൊന്നും അങ്ങനെ ചെയ്യാറില്ല. മൃഗങ്ങളെക്കാൾ അധമമായ ഒരു മൃഗവും ഈ ഹമാസ് ചെയ്യുന്ന അതുപോലെയുള്ള റേപ്പോ അല്ലെങ്കിൽ സെക്ഷുവൽ വയലൻസോ സെക്ഷുവൽ ക്രൈം അട്രോസിറ്റി ഒന്നും ചെയ്യാറില്ല ഒരിക്കലും. അതുകൊണ്ട് നമ്മൾ മൃഗങ്ങളെ അവരുമായിട്ട് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. അതിനേക്കാൾ അധമമായ രീതിയിലാണ് അവർ സ്ത്രീകളെയും പെൺകുട്ടികളെയും ഉപദ്രവിച്ചത്. ഗർഭിണികളായ സ്ത്രീകളുടെ വയറ് പിളർന്ന് ആ കുഞ്ഞുങ്ങളെ എടുത്ത് ഓവനിലിട്ട് ചുട്ടുക, പറയുമ്പോൾ തന്നെ നമുക്ക് അത് പറയുവാൻ തന്നെ നമ്മുടെ നാവ് നമ്മൾ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെയുള്ള ക്രൂരതകളാണ്, ലോകം മുഴുവൻ അറിഞ്ഞ കാര്യങ്ങളാണ് ഇവർ ചെയ്ത ഈ പ്രവൃത്തി. പല വീഡിയോകളിലായി എല്ലാം ലോകം മുഴുവൻ കറങ്ങി നടക്കുന്നുണ്ട്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ അല്പമായി ഒന്ന് പറഞ്ഞത്, എത്രമാത്രം ക്രൂരത ഇവർ കാണിച്ചോ അതനുസരിച്ച് കുട്ടികളുടെ മനസ്സ് വികലമാക്കപ്പെടുന്നു, അവരുടെ മനസ്സ് വിഷമിക്കുന്നു, അവരുടെ മനസ്സിനെ അത് എത്രമാത്രം ബാധിക്കുന്നു എന്ന് ഒന്ന് പറയുവാൻ വേണ്ടി മാത്രമാണ് ഞാനിത് ഇവിടെ ആവർത്തിച്ചത്. എല്ലാം എനിക്ക് പറയുവാൻ പറ്റത്തില്ല, ഞാനത് ചെയ്യത്തില്ല. കാരണം അത് പറയുമ്പോൾ തന്നെ നാം ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നാം മാറിക്കഴിയും. അതുപോലുള്ള ക്രൂരതയാണ് ഈ ഹമാസ് പ്രവർത്തിച്ചത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ശൈലിയും ഈ ജനതയുടെ ഈ പഠിപ്പിക്കലുകളും അത് അവർ അനുവർത്തിക്കുന്നതും അറിയാവുന്ന ഇസ്രായേൽ എന്ന രാജ്യം, അതുകൊണ്ട് തന്നെയാണ് അവർ സദാ ജാഗരൂകരായിരുന്നു. ഒരു കണ്ണ് തെറ്റിയപ്പോഴത്തേക്കും ഇത്രമാത്രമുള്ള കാര്യങ്ങൾ കാണിച്ചപ്പോൾ അവർ പെട്ടെന്ന് തന്നെ യുദ്ധം പ്രഖ്യാപിക്കുകയായിരുന്നു. ആ യുദ്ധത്തിൽ ഇവർ ചെയ്തത് അനേക കുട്ടികൾ, കാരണം ഇവർ ബയോളജിക്കലായിട്ട് ഒരുപാട് കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്നതിന് അവർ ശ്രദ്ധാലുക്കളാണ്. അതിനുവേണ്ടി എത്ര വിവാഹം വേണമെങ്കിലും ധാരാളം കുട്ടികളുണ്ടായി ലോകം മുഴുവൻ ആളുകളെ കൊണ്ട് നിറയ്ക്കുക, ലോകം മുഴുവൻ പിടിച്ചെടുക്കുക, കൂടുതൽ മജോറിറ്റി ആകുക, അതേ ഉദ്ദേശത്തോടു കൂടെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ. മറ്റ് ജനവിഭാഗങ്ങളിലെ ആളുകളെ പോലെയല്ല, ഒരു വീട്ടിൽ എത്രയോ കുട്ടികളാണുള്ളത്, ഇത് മുഴുവൻ ഇങ്ങനെ അങ്ങ് നിറയ്ക്കുകയാണ്. അന്നേരം അവർക്ക് ഈ കുട്ടികളെ കൊണ്ട് നല്ല ഉദ്ദേശമല്ല ഉള്ളത്. കാരണം അവരുടെ മതഗ്രന്ഥം പറയുന്നത് കൊല്ലാനും കൊല്ലപ്പെടുവാനും അങ്ങനെ ചെയ്താൽ അവർക്ക് എന്തോ കിട്ടും എന്നുള്ള ഒരു രീതിയിലാണ് ഇവരെ പഠിപ്പിച്ചു വച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ജനതയിൽ നിന്ന് ഉത്ഭവിച്ച ഈ ഹമാസ് എത്രമാത്രം ക്രൂരത കാണിച്ചോ അവരെ നശിപ്പിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ അവിടെ നിന്ന് തുരത്തുവാൻ വേണ്ടി ഇസ്രായേൽ നടത്തിയ യുദ്ധത്തിൽ ഇവർ ഒളിച്ചിരുന്നതൊക്കെയും കുട്ടികളുടെ സ്കൂള്, കുട്ടികളുടെ പ്ലേ ഗ്രൗണ്ട്, പാർക്ക്, അതുപോലെ കുട്ടികളുടെയും സ്ത്രീകളുടെയും ഹോസ്പിറ്റൽ, അതുപോലെ അവരുടെ ദൈവത്തെ ആരാധിക്കുന്നുവെന്ന് പറഞ്ഞിരിക്കുന്ന ആരാധനാലയങ്ങൾ, ഇവിടെ എല്ലാമാണ് ഇവർ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിയിൽ കൂടെ തുരങ്കങ്ങൾ, വലിയ ടണൽസ് ഉണ്ടാക്കി എല്ലാവിധ സജ്ജീകരണങ്ങളും അവർ ചെയ്തുകൊണ്ട് ആ ടണലിൽ അവർ പാർക്കുകയാണ്. ആ ടണൽ നിറച്ച് വെടിക്കോപ്പുകളും അതുപോലെ മറ്റ് രാജ്യങ്ങൾ, ഇതേ മതസ്വഭാവമുള്ള രാജ്യങ്ങൾ കൊടുത്ത ആയുധങ്ങളും കുത്തി നിറച്ചിരിക്കുകയാണ്. അവർ, ഈ ഭീകരന്മാർ അതിൽ സ്വൈരമായി ജീവിക്കുന്നു. ഇവരോട് ഇസ്രായേൽ യുദ്ധം ചെയ്യുമ്പോൾ ഭീകരന്മാർ ഒളിക്കുന്നത് സാധാരണ മനുഷ്യർ താമസിക്കുന്ന, അതായത് ഇത്ര ഭീകരത ഇതുപോലെ പ്രദർശിപ്പിക്കാത്ത, അവരുടെ ഉള്ളിലുണ്ട്, അവർ പഠിച്ചിട്ടുണ്ട് എങ്കിൽ തന്നെ ഇതുപോലെ പ്രദർശിപ്പിക്കാത്ത ആളുകളുടെ ഭവനങ്ങളിലും
അവരുടെ കൂട്ടമായി ഇരിക്കുന്ന സ്ഥലത്തുമാണ്. അതുകൊണ്ട് ഇസ്രായേലിൽ നിന്നും അവർ മിസൈൽ ഇടുമ്പോഴോ അല്ലെങ്കിൽ ബോംബിടുമ്പോഴോ ഈ നിസ്സഹായരായ ആളുകളാണ് നശിക്കുന്നത്. നാം അവരെ നിസ്സഹായരെന്നോ അവർക്ക് ഒന്നും അറിയാത്തവരെന്നോ നമുക്ക് പറഞ്ഞുകൂടാ. കാരണം ഇവർ ചെറുപ്പം മുതൽ ഈ വക കാര്യങ്ങളാണ് പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും. അതുകൊണ്ട് അവർക്കറിയാം, അവർ കൊല്ലപ്പെടുന്നതിൽ അവർക്ക് വിഷമമില്ല. കൊല്ലപ്പെട്ടാൽ അവർക്കെന്തോ സൗഭാഗ്യം കിട്ടും എന്നാണ് അവർ പഠിച്ചും പഠിപ്പിച്ചും വെച്ചിരിക്കുന്നത്. അതുപോലെ മറ്റുള്ളവരെ കൊന്നാലും അവർക്ക് എന്തോ കിട്ടും, അവർക്ക് സൗഭാഗ്യം കിട്ടും. ആ രീതിയിലുള്ള പഠിപ്പിക്കലുകളാണ്. അതുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ കൊന്നാലും അവർക്കില്ല, അടുത്ത ആയിരങ്ങളെ ഇറക്കും. അതുപോലെ പ്രൊഡക്ഷനാണ് അവിടെ നടത്തിയിരിക്കുന്ന. കുട്ടികൾ ഇഷ്ടം പോലെയുണ്ട്, മനുഷ്യരുണ്ട്. അന്നേരം അവർ മനുഷ്യരെ ഉണ്ടാക്കിയത് ഇതിനു വേണ്ടിയാണെന്നാണ് ഇപ്പം കണ്ടിരിക്കുന്നത്. മനുഷ്യർ ഓരോ അനുഭവത്തിൽ കൂടെയാണല്ലോ കാര്യങ്ങൾ അപഗ്രഥിക്കുന്നത്, അനുഭവത്തിൽ കൂടെ. ഇപ്പോൾ 20,000 ആളുകളോ 25,000 ആളുകളോ മരിച്ചെന്ന് പറഞ്ഞാൽ അവർക്കൊന്നുമില്ല. അടുത്ത 25,000 അല്ലെങ്കിൽ അടുത്ത 50,000 അവർ പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും. അത്രമാത്രം ആളുകളാണുള്ളത്. ഒരു കുറച്ച് ഏരിയയിൽ എത്രയാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ളതെന്ന് നാം മനസ്സിലാക്കണം. അതുപോലെയാണ് അവർ ജീവിക്കുന്നത്. കുറേ പേര് മരിച്ചെന്ന് കണ്ടാൽ അവർക്കൊന്നുമില്ല. പക്ഷേ അവരുടെ കരച്ചിലും ബഹളവും ഒക്കെ കണ്ടാൽ അവരവരെ സ്നേഹിക്കുന്നത് പോലെ തോന്നും. പക്ഷേ ഒരിക്കലുമില്ല. ഇവരെ സ്നേഹിക്കുന്നുവെങ്കിൽ, അവർ കുട്ടികളെ സ്നേഹിക്കുന്നു എങ്കിൽ അവർ ഈ ഹമാസിനെ വളം വെച്ച് കൊടുക്കുകയില്ലായിരുന്നു. തങ്ങളുടെ ഇടയിൽ നിന്നും ഉത്ഭവിച്ചവരാണ് ഈ ഹമാസുകാർ. അവരെ വോട്ട് കൊടുത്തവരെ ജയിപ്പിച്ചവരാണ്. അവരുടെ പാർലമെൻറ്റിൽ ഹമാസിൻ്റെ പ്രതിനിധികളുണ്ട്. അപ്പോൾ ഈ ഭീകരതയെ അവർ തന്നെയാണ് പ്രോത്സാഹിപ്പിച്ചത്, അവർ തന്നെയാണ് വളം വെച്ച് കൊടുത്തത്. അവരുടെ ചെയ്തികൾക്കെല്ലാം ചൂട്ട് പിടിച്ചു കൊടുത്തത് ഇവരൊക്കെ തന്നെയാണ്. അവരുടെ ഭവനങ്ങളിൽ അവർക്ക് പാർക്കുവാൻ അവസരം കൊടുത്തു. അഥവാ ആരെങ്കിലും പലായനം ചെയ്തിട്ടുണ്ടെങ്കിൽ, കാരണം ഇസ്രായേൽക്കാർ വളരെ നീതിബോധത്തോടു കൂടെയാണ് പ്രവർത്തിക്കുന്നത്. ഏതെങ്കിലും ഒരു പ്ലേസിൽ ഇന്ന് യുദ്ധമാണ് അല്ലെങ്കിൽ അവിടെ മിസൈൽ ഇടും, ബോംബിടും എന്നുണ്ടെങ്കിൽ അവർ നേരത്തെ തന്നെ, ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ എല്ലാവരോടും വിളിച്ചറിയിക്കുകയും ഫോൺ വിളിച്ചറിയിക്കുകയും അതുപോലെ ലഘുലേഖകൾ വിതരണം ചെയ്യുകയും അതുപോലെ അനൗൺസ്മെൻറ്റ് നടത്തുകയും എല്ലാം ചെയ്യും. നിങ്ങൾ മാറിപ്പോ, ഹമാസുകാരുടെ താവളങ്ങൾ നശിപ്പിക്കുവാൻ പോവുകയാണ് എന്ന് നേരത്തെ പറഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത്. അല്ലാതെ ഓർക്കാപ്പുറത്ത് കയറി ഉറങ്ങിക്കിടക്കുന്നവരെ വീട് കുത്തി തുറന്ന് തീയിടുകയും വീട് നശിപ്പിക്കുകയും കൃഷിസ്ഥലങ്ങൾ നശിപ്പിക്കുകയും കുഞ്ഞുങ്ങളെ കൊല്ലുകയും അല്ല ചെയ്യുന്നത്. അത് ചെയ്യുന്നത് ഭീകരന്മാരാണ്, ഡെവിളാണ്, ഡെവിൾ ഇൻ ആക്ഷൻ. നാം അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നശിപ്പിക്കപ്പെടുന്ന ഒരു ജനവിഭാഗത്തിൽ ഇസ്രായേൽ യുദ്ധം ചെയ്തപ്പോൾ അവിടെ നശിച്ചു എങ്കിൽ അതിന് കാരണക്കാർ അവർ തന്നെയാണ്. തങ്ങൾ കഷ്ടം അനുഭവിക്കുന്നു, തങ്ങളുടെ കുഞ്ഞുങ്ങൾ മരണപ്പെടുന്നു എന്ന് കാണിച്ച് ലോകരാജ്യങ്ങളുടെ മുമ്പിൽ അതിനുള്ള പിക്ചറും വീഡിയോയും എല്ലാം കാട്ടിക്കൊണ്ട് പിന്നെയും പണം സമ്പാദിക്കുകയാണ്. എങ്ങനെയും പണം സമ്പാദിക്കുക. ഈ പണം കൊടുക്കുന്നതെല്ലാം ഇതുപോലെയുള്ള ക്രിസ്ത്യൻ രാജ്യങ്ങളാണ്. അവിടെ നിന്നുമുള്ള ഡോളറും മറ്റു കാര്യങ്ങളും സമാഹരിച്ചിട്ട് അത് വീണ്ടും രാജ്യങ്ങൾ പിടിച്ചെടുക്കുവാൻ, ഭീകരപ്രവർത്തനം നടത്തുവാൻ വേണ്ടി, ടണലുകൾ പണിയുവാൻ വേണ്ടി, അതിനകത്തെ സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി അവർ ഉപയോഗിക്കുകയാണ്. എത്ര 1000 ലക്ഷം കോടി ഡോളറും മറ്റുമാണ് ഇവർ വർഷം തോറും കൈകാര്യം ചെയ്യുന്നത്. എല്ലാം കൈകാര്യം ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഭീകരപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ്. ലോകമെമ്പാടും, ഗാസ മാത്രമല്ല, ഗാസയോ വെസ്റ്റ് ബാങ്കോ മാത്രമല്ല, ലോകമെമ്പാടും ഉള്ള പ്രവർത്തകരുടെ വളർച്ചയ്ക്ക് വേണ്ടി, അവരുടെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്. അപ്പോൾ കുറേ കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ കുറേ സ്ത്രീകളോ കൊല്ലപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇവർക്ക് പ്രശ്നമൊന്നുമില്ല. ഇവർക്ക് പ്രശ്നമില്ല എന്നുള്ളത് എങ്ങനെയാണ് നാം മനസ്സിലാക്കിയത്? അവർക്ക് പ്രശ്നമുണ്ട് എങ്കിൽ അവർ അവിടെ നിന്ന് പലായനം ചെയ്യും, അല്ലെങ്കിൽ ഇവർക്ക് പ്രോത്സാഹനം കൊടുക്കുകയില്ല. ഈ കുട്ടികൾ എത്രമാത്രം ക്രൂരതയാണ് അല്ലെങ്കിൽ എത്രമാത്രം ഹേറ്റ്രഡാണ്
വിദ്വേഷമാണ് മറ്റ് ജനങ്ങളോട് ഇവർ പുലർത്തുന്നത്. കാരണം നമുക്ക് വീഡിയോയിലൊക്കെ നോക്കുമ്പോൾ അറിയാം, ഇസ്രായേൽ പോലീസിനോടും പട്ടാളത്തിനോടും ഈ കുട്ടികൾ കാണിക്കുന്നത്, കൊച്ചു കുട്ടികളാണ്, ഇവർ അവരെ കാർക്കിച്ചു തുപ്പുകയാണ്, കല്ലെടുത്തെറിയുകയാണ്. നമ്മളൊരു പോലീസിൻ്റെയൊക്കെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമോ? അവരെന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ ചെയ്യുമോ? ഈ കുട്ടികൾ ചെയ്യുന്നത് വഴിയിൽ കാണുന്ന കല്ലും കമ്പും കട്ടയൊക്കെ എടുത്ത് എറിയുകയാണ് ഈ ആയുധധാരികളായി നിൽക്കുന്ന പട്ടാളക്കാർ, പോലീസുകാർ. എത്രമാത്രം അവരുടെ ഹൃദയം കഠിനമാണ്, അല്ലെങ്കിൽ അവർ പഠിച്ചു വെച്ചിരിക്കുന്നത് എന്താണ് എന്ന് അപ്പോഴാണ് മനസ്സിലായി. ഇതാരും നമുക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല, നമ്മുടെ സ്വന്തം കണ്ണുകൊണ്ട് നാം കാണുന്നതാണിത്. വീഡിയോയിലൊക്കെ അവിടെ നടക്കുന്ന സംഗതികൾ എല്ലാം നാം കാണുന്നതാണ്. പോലീസ് വാനിന് നേരെ, പോലീസ് ജീപ്പിന് നേരെ, അവരുടെ അതിന് നേരെ അവർ കമ്പും കല്ലും കട്ടയൊക്കെ എടുത്തെറിയുകയാണ്, കമ്പൊക്കെ വിട്ട് എറിയുക. അവരുടെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ താങ്ങാവുന്ന വടി, വലിയ കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പൊക്കാൻ വയ്യായാൽ അവർക്ക് പൊക്കാവുന്ന കാര്യങ്ങൾ എടുത്ത് എറിയുകയാണ്. അവർ തുപ്പുകയാണ് ഇസ്രായേൽ പോലീസിൻ്റെ മുഖത്തോട്ട്. പക്ഷേ ദൈവമുള്ള ഈ ഇസ്രായേല്യർ പട്ടാളക്കാർ ഒന്നും ചെയ്യുന്നില്ല. അവരെ പോലെ ആയിരുന്നെങ്കിലോ ഇവരുടെ കയ്യിലിരിക്കുന്ന തോക്കുകൊണ്ട് ഒരു വെടി കൊടുക്കാനുള്ളതേ ഉള്ളായിരുന്നു. അവരൊന്നും ചെയ്യുന്നില്ല. എന്താണ് ഈ കുട്ടികൾ കാണിക്കുന്നതെന്ന് ഇവർ ഓർത്തുകൊണ്ട് നിൽക്കുകയാണ്. ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി ഒരു പോലീസുകാരൻ്റെ നേരെ മുഷ്ടി ചുരുട്ടി ഇടിച്ചത് നാം കണ്ടതാണ് വീഡിയോയിൽ. എത്രമാത്രം ധൈര്യം ആ പെണ്ണിനുണ്ടായിട്ട് വേണം അതങ്ങനെ ചെയ്യാൻ. ഒരു ആയുധധാരിയായി നിൽക്കുന്ന ഒരു പട്ടാളക്കാരൻ്റെ ചെകിട്ടത്ത് മുഷ്ടി ചുരുട്ടി കുത്തണമെങ്കിൽ ആ സ്ത്രീ, അല്ലെങ്കിൽ ആ പെൺകുട്ടി, സ്ത്രീയല്ല കുട്ടിയാണ്, 20 വയസ്സിനൊക്കെ താഴെയുള്ളൂ, ഇപ്പോൾ 21 22 വയസ്സ് കാണും. ആ പെൺകുട്ടി അങ്ങനെ ചെയ്യണമെങ്കിൽ അവരുടെ പഠനം എത്രമാത്രമാണ്, ചെറുപ്പം മുതൽ എത്രമാത്രം ഹേറ്റ്രഡാണ്, വൈരാഗ്യമാണ്, പകയാണ് ദൈവജനത്തോടും അല്ലെങ്കിൽ സത്യദൈവത്തെ ആരാധിക്കുന്ന ജനങ്ങളോട് അവർ പഠിച്ചു വെച്ചിരിക്കുന്നത്. ഇന്നോ ഇന്നലെയോ കേട്ട സംഗതികളൊന്നുമല്ല. മുലപ്പാൽ കുടിക്കുന്ന പ്രായം മുതൽ തന്നെ ഇവരുടെ മനസ്സിലും ഹൃദയത്തിലും ചിന്തയിലുമെല്ലാം യഹൂദനോടും ക്രിസ്ത്യാനിയോടുമുള്ള ആ വൈരം, ആ ദേഷ്യം, കോപം എല്ലാം കുത്തി നിറച്ച് അതിൻ്റെ പ്രതിഫലനമാണ് നമ്മൾ ഈ പിക്ചറിലൂടെ, വീഡിയോകളിലൂടെ എല്ലാം കണ്ടത്. ലോക ജനത മുഴുവൻ അത് കണ്ടു. ഇനി അവരെ മനസ്സിലാക്കിപ്പിക്കേണ്ട കാര്യമില്ല. ഇനിയും കാണാത്ത കാര്യങ്ങളുണ്ടെങ്കിലേ ഉള്ളൂ. അത് കണ്ടു കഴിഞ്ഞതാണ്. അനുഭവത്തിൽ കൂടെയാണ് സംസാരിക്കുന്നത്. നമ്മുടെ കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. അപ്പോൾ കുട്ടികളെ എത്രമാത്രമാണ് നാം സ്നേഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ കുട്ടികളുടെ മനസ്സിൽ ഇത്രമാത്രം വൈരം കുത്തി നിറയ്ക്കാറില്ല. ആരെങ്കിലും ഇവരുടെ ക്യാമ്പിൽ നിന്ന്, അല്ലെങ്കിൽ ഇവരുടെ വാസസ്ഥലത്ത് നിന്ന് ഇസ്രായേലിൻ്റെ ബോംബ് വരുന്നു, അല്ലെങ്കിൽ മിസൈൽ വരുന്നു, നിങ്ങളിവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ ആരെങ്കിലും അവരുടെ കാറിനകത്ത് കയറി പോവുകയാണെങ്കിൽ, കുറേ പേരൊക്കെ പോവുകയാണെങ്കിൽ അവരുടെ കാറിൻ്റെ കാറ്റഴിച്ച് വിടുക, അവരുടെ പോകുന്ന റോഡിൽ കല്ലും കട്ടയും പറക്കി മണ്ണ് കൂട്ടി നിറയ്ക്കുക, കാറ് പോകാതിരിക്കാൻ. കാരണം യുദ്ധപ്രദേശത്ത് ഇങ്ങനെയൊക്കെ സംഭവം നടക്കുമ്പോൾ അനേക കുട്ടികൾ മരിച്ചു വീഴുന്നത് കണ്ടിട്ട് വേണം അവർക്ക് ഫോട്ടോ എടുത്തുകൊണ്ട് ലോകം മുഴുവൻ കാണിച്ചിട്ട് കൂടുതൽ ഞങ്ങൾക്കൊന്നുമില്ല, ഞങ്ങളെ എല്ലാവരും കൊല്ലുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഫണ്ട് ശേഖരിക്കുവാൻ. അവരെ വിടുന്നില്ല, അവരെ അവിടെ തന്നെ താമസിപ്പിക്കുവാണ്, കൊലയ്ക്ക് കൊടുക്കുകയാണ് കുട്ടികളെ. ഈ യുദ്ധം നടക്കുമ്പോൾ ലോകത്തിലുള്ള രാജ്യങ്ങളെല്ലാം പറയുകയാണ് കുഞ്ഞുങ്ങളെ ഇവർ തന്നെയാണ് പറയുന്നത്, കുഞ്ഞുങ്ങളെ കൊല്ലുന്നേ, ഫോട്ടോ എടുത്ത് വെച്ച് കാണിക്കുകയാണ് കുഞ്ഞുങ്ങളെ കൊല്ലുന്നേ. ആരാണ് കുഞ്ഞുങ്ങളെ കൊല്ലുവാൻ ഇടവരുത്തിയത്? അവർ തന്നെയാണ്. രക്ഷപ്പെടുവാൻ പോകുന്ന കുടുംബങ്ങളെയൊക്കെ പിടിച്ചു നിർത്തുകയാണ്. അവരുടെ വീടുകൾ ഇവർ തന്നെ തീ വയ്ക്കുകയാണ്, അവരുടെ കൃഷിയിടങ്ങൾ തീ വയ്ക്കുകയാണ്, അവരുടെ കാറിൻ്റെ കാറ്റഴിച്ചു വിടുക, അവർ പോകുന്ന വഴിക്കെല്ലാം തടസ്സങ്ങൾ സൃഷ്ടിക്കുകയാണ്. പലായനം ചെയ്യുന്നവരെ ആരും സ്വീകരിക്കുന്നു, അവരുടെ രാജ്യങ്ങൾ, അവരുടെ മതവിശ്വാസത്തിൽ തന്നെയുള്ള ആളുകൾ പോലും അവരെ സ്വീകരിക്കുന്നില്ല. കാരണം അവർക്കിത് താങ്ങാനൊക്കത്തില്ല. അവർ സ്വീകരിക്കാതെ ഇരിക്കുന്നത്
അവിടെ തന്നെ അവർ നിന്ന് ആ ഒരു ഗാസ സ്ട്രിപ്പിലെ അല്ലെങ്കിൽ വെസ്റ്റ് ബാങ്കിലെ ആൾക്കാരും മാത്രമേ നശിക്കത്തുള്ളല്ലോ എന്നവർ ഓർത്ത് കാണണം. അങ്ങനെ നിന്നിട്ട് വേണം ലോക മനസാക്ഷിയുടെ മുമ്പിൽ ഞങ്ങളെ ഉന്മൂലനം ചെയ്യുകയാണ്, ജിനോസൈഡാണ്, നരഹത്യയാണ് എന്ന് പറഞ്ഞ് പിന്നെ വിലപിച്ചിട്ട് കൂടുതൽ ഫണ്ട് സ്വരൂപിക്കുവാൻ കഴിയുകയുള്ളൂ. ഇത് ഏറ്റവും ചെറിയ കുട്ടിക്ക് പോലും മനസ്സിലാക്കാവുന്ന സംഗതിയാണിത്. ഇതെല്ലാം കണ്ട് 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 മനസ്സിലാക്കാവുന്നതാണ്. എന്താണ് ഇവരുടെ അജണ്ട, എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ട് എന്നുള്ളത്. നമുക്കറിയാം, ഈ സംഘർഷം നടന്നപ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും, ഇംഗ്ലണ്ടിലും അമേരിക്കയിലും ഫ്രാൻസിലും എല്ലാ രാജ്യങ്ങളിലും 6 വരി 12 വരി പാത നിറഞ്ഞാണ് ജനം പാലസ്തീന് അനുകൂലമായി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അവരുടെ കൊടിയും എല്ലാം പാറിച്ചുകൊണ്ട് വലിയ കൊടികളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് റോഡൊക്കെ നിറഞ്ഞു നിൽക്കുന്ന രീതിയിലുള്ള കൊടികളാണ്, പാലസ്തീൻ്റെ ഫ്ലാഗ് എല്ലാം പിടിച്ചുകൊണ്ട് ജാഥയാണ്. ഒട്ടും ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിവില്ലാത്തവരാണോ അവർ? ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജാഥകൾ, പ്രത്യേകിച്ച് നമ്മുടെ ഈ കേരളത്തിൽ നടന്നത് നമുക്കറിയാം. കടൽ തീരം മുഴുവൻ അവർ കൈയടക്കി ജാഥയാണ്. എന്തിനാണ്? തന്നെത്താൻ വരുത്തി വെച്ച വിനയ്ക്ക്, അല്ലെങ്കിൽ തന്നെത്താൻ ഒന്നും ചെയ്യാതെ അടങ്ങിയിരുന്ന ഒരു ജാതിയുടെ നേരെ ക്രൂരത അല്ലെങ്കിൽ യുദ്ധം അഴിച്ചുവിട്ടിട്ട് അവരെ ആക്രമിച്ചിട്ട് പിന്നെ ഇസ്രായേൽ യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ ആ നിരപരാധികളുടെ പുറകിൽ വന്ന് ഇരുന്നു കൊണ്ട് അവരുടെ സ്കൂളും പിന്നെ കോളേജുകളും മോസ്കുകളും എല്ലാം കൈയടക്കിക്കൊണ്ട് അവിടെ ഇരുന്നു കൊണ്ട്, ഹോസ്പിറ്റലുകളിൽ കയറിയിരുന്നു കൊണ്ട് അവരെ തുരത്തുവാൻ വേണ്ടി ഇസ്രായേൽ ബോംബിട്ടപ്പോൾ അങ്ങനെ മരിച്ചവരാണ് അവരെല്ലാം. ഇതിനെല്ലാം കാരണക്കാർ അവർ തന്നെയാണ്. ഇങ്ങനെ മരിക്കുന്നതിൽ അവർക്ക് യാതൊരു ചാഞ്ചല്യവുമില്ല, അവർക്ക് സങ്കടമില്ല. അങ്ങനെ സങ്കടം ഉണ്ടായിരുന്നെങ്കിൽ അവരിതിനൊന്നും പോകത്തില്ലായിരുന്നുവല്ലോ. അതെന്താ മനസ്സിലാക്കാൻ സാധിക്കാത്തത്? അപ്പോൾ ലോകത്തിലുള്ള ജനതയുടെ ബാക്കിയുള്ള ജനങ്ങളുടെ അവരുടെ കോൺഷ്യൻസിനെ പിടിച്ചു കുലുക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ അവരെ കൊണ്ടും ജാഥ നടത്തി അവിടെ നിന്ന് ഫണ്ടുണ്ടാക്കി സ്വരൂപിച്ച് വീണ്ടും ഭീകരപ്രവർത്തനം നടത്തുവാൻ വേണ്ടി അവർ ശ്രമിക്കുകയാണ്. ഇതാണ് അവരുടെ പ്രവർത്തനങ്ങളുടെ ഒരു ശൈലി. ഓരോ രാജ്യങ്ങൾ കീഴടക്കി ഈ ജനമെല്ലാം അങ്ങ് വർദ്ധിച്ചു പെരുകി ഈ ക്രൂരത എന്ന മുഖമുദ്ര, ക്രൂരതയാണ്. മറ്റുള്ളവരെ എത്രമാത്രം വയലൻസ്, എങ്ങനെ അവരെ ഉപദ്രവിക്കണം, കൊല്ലണം, എങ്ങനെ അവരുടെ മനസ്സ് തകർക്കണം. ഈ പിടിച്ചുകൊണ്ടുപോയി ഇസ്രായേലിൽ നിന്ന് ബന്ദികളാക്കി കൊണ്ടുപോയ നൂറുകണക്കിന് ആൾക്കാരെ അവരെ നിഷ്ഠൂരമായി ടണലുകളിലിട്ട് പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്തു. ധാരാളം ആളുകളെ വീണ്ടും കുറേ പേരെ വെച്ചിരിക്കുകയാണ്. തിരിച്ചുവിട്ട ആളുകളെയൊക്കെ ഈ മയക്കുമരുന്ന് അതുപോലെയുള്ള ഡ്രഗ്സ് എല്ലാം കുത്തി അവരുടെ ശരീരത്തിൽ വീണ്ടും ഒരു നല്ല ജീവിതം ജീവിക്കുവാൻ ഇടവരാത്ത രീതിയിൽ അവരുടെ മനസ്സിനെയും പ്രാണനെയും എല്ലാം നശിപ്പിച്ചുകൊണ്ട് അവരുടെ ശരീരത്തിന് ദോഷകരമായ രീതിയിലുള്ള ഡ്രഗ്സ് എല്ലാം കയറ്റിക്കൊണ്ടാണ് അവരെ വിട്ടത്. കാരണം എങ്ങനെയെങ്കിലും ആ ജാതിയെ ഉന്മൂലനം ചെയ്യുക, നശിപ്പിക്കുക, അവരെ ജീവനോടെ വിട്ട് അവരെ കൊണ്ടിനി യാതൊരു ഒരു കാര്യത്തിനും അവരെ ഉപയോഗിക്കുവാൻ പാടില്ല. അതുപോലെയുള്ള റേഡിയേഷനുള്ള എലമെൻസൊക്കെ ചേർത്തുള്ള ഡ്രഗ്സാണ് അവരിൽ കൊടുത്തിരിക്കുന്നത്. മറ്റുള്ളവർക്കും അവർ താമസിക്കുന്ന ഇടത്തിൽ മറ്റുള്ളവർ താമസിക്കുകയാണ് അവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന രീതിയിൽ. അപ്പോൾ ഇങ്ങനെയുള്ള ഡ്രഗ്സൊക്കെയും ഉണ്ടാക്കുവാൻ വേണ്ടി ഉള്ള പരീക്ഷണ നിരീക്ഷണങ്ങളൊക്കെ ചെയ്യുവാൻ വേണ്ടിയാണ് ഈ ലോക ജാതികൾ മറ്റുള്ള ക്രിസ്ത്യൻ രാജ്യങ്ങളൊക്കെ കൊടുക്കുന്ന ആ ഫണ്ടുകൾ അവരുപയോഗിക്കുന്നത്. ഇവർക്ക് ഈ സ്വരൂപിക്കുന്ന ലക്ഷക്കണക്കായിട്ടുള്ള ഈ ഡോളറെല്ലാം കൊണ്ട് ഇവരുടെ ജനത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തിരുന്നെങ്കിൽ എത്രമാത്രം ആ രാജ്യങ്ങൾ, ആ സ്ഥലങ്ങൾ, അവരുടെ സ്ഥലങ്ങൾ പുരോഗമിക്കുമായിരുന്നു. അവരുടെ വീടുകൾ, അവരുടെ കുട്ടികൾ എല്ലാം നല്ല രീതിയിൽ ജീവിക്കുമായിരുന്നു. നല്ല ആഹാരം, നല്ല വസ്ത്രം, നല്ല പാർപ്പിടം, നല്ല വിദ്യാഭ്യാസം
എല്ലാം അവർ ചെയ്യുമായിരുന്നു. മറ്റുള്ള ജനങ്ങളുമായിട്ട് സന്തോഷത്തോടെയും സൗഹാർദ്ദത്തോടെയും സ്നേഹത്തോടെയും അവർക്ക് ജീവിക്കാമായിരുന്നു. കാരണം അവരുടെ ഉദ്ദേശം അതൊന്നുമല്ല. സന്തോഷം കൊടുക്കുകയല്ല അവരുടെ ഉദ്ദേശം, മറ്റുള്ളവരെ ഉപദ്രവിക്കുക, ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് അവരുടെ അജണ്ട. ഇതിന് പുറകിൽ പ്രവർത്തിക്കുന്നത് സഹോദരങ്ങളെ സാത്താനാണ്, ഡെവിൾ ഇൻ ആക്ഷൻ. കാരണം ഇത് ദൈവത്തിൻ്റെ ജനമാണ്. ദൈവം മനുഷ്യജാതിയെ സൃഷ്ടിച്ചപ്പോൾ ദൈവം തൻ്റെ സാദൃശ്യത്തിലും തൻ്റെ സ്വരൂപത്തിലുമാണ് മനുഷ്യജാതിയെ സൃഷ്ടിച്ചത്. അവർക്ക് ദൈവത്തിൻ്റെ ഏറ്റവും മേന്മയുള്ള, അല്ലെങ്കിൽ ദൈവത്തിന് ഏറ്റവും നല്ലവൻ എന്ന് നമുക്ക് കരുതുവാൻ തക്കവണ്ണം മനുഷ്യജാതിയെ അവൻ സൃഷ്ടിച്ചത് സ്വതന്ത്ര ഇച്ഛയോടെയാണ്, ഫ്രീ മോറൽ ഏജൻസ് ആയിട്ടാണ്. അല്ലാതെ മരപ്പാവകളെ പോലെ റോബോട്ട്സിനെ പോലെ അല്ല ദൈവം മനുഷ്യജാതിയെ സൃഷ്ടിച്ചത്. അത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ മേന്മയായിരുന്നു. നമ്മെ ഒരു റോബോട്ട് കണക്കെ, ഒരു പാവ കണക്കെ ഒരാളെ സൃഷ്ടിച്ച് നമ്മെ അങ്ങോട്ട് വലിക്കുക ഇങ്ങോട്ട് വലിക്കുക, അവർ പറയുന്ന പോലെ നമ്മളെ ആക്കുന്ന ആ ഒരു ജീവിതം നിങ്ങളൊന്ന് സങ്കല്പിച്ച്. അങ്ങനെയായിരുന്നെങ്കിൽ നമ്മെ സൃഷ്ടിച്ച ആളിനെ നാം എന്തെല്ലാം, ഏത് രീതിയിൽ നാം അവരോട് സൃഷ്ടിതാവിനോട് വർത്തിക്കുമായിരുന്നു. പക്ഷേ ദൈവം നമ്മുടെ ഇച്ഛ, നമ്മെ മാനിച്ചു, നമുക്ക് സ്വാതന്ത്ര്യം തന്നു. ആ സ്വാതന്ത്ര്യം നാം നല്ല രീതിയിൽ ഉപയോഗിക്കണം, നന്മയും തിന്മയും തിരഞ്ഞെടുക്കുവാൻ. അതുപോലെ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് ഡിസേൺ ചെയ്യുവാനുള്ള കഴിവ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ആ കഴിവിനെ നാം തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്നത് എന്തിനാണ്? തെറ്റായ രീതിയിൽ ഉപയോഗിച്ചത് കൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെയും ഉണ്ടാകുന്നത്. അത് ഒന്നാമത്തെ കാര്യം തൻ്റെ സൃഷ്ടിതാവിനോട് സ്നേഹമോ ബഹുമാനമോ ഭക്തിയോ അവനോടുള്ള ആരാധനയോ, ആ സൃഷ്ടിതാവിനെ അല്ല ഇവർ ആരാധിക്കുന്നത്. ഇവർ ആരാധിക്കുന്നത് പിശാചിനെയാണ്. കാരണം ദൈവസിംഹാസനത്തോട് മറുതലിച്ച ദൈവത്തിൻ്റെ ആദ്യത്തെ സൃഷ്ടിയായിരുന്ന ആ ദൂതൻ ദൈവസിംഹാസനത്തോട് ദൈവനിയമങ്ങളോട് മറുതലിച്ച് സാത്താനായി മാറി. ആ സാത്താൻ ഇൻഡ്യൂസ് ചെയ്യാൻ ഇവരെ തന്നെ വിട്ടുകൊടുത്തു. സാത്താൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഇവരെ തന്നെ വിട്ടുകൊടുത്തു. സ്വതവേ സ്വതന്ത്ര ഇച്ഛ കൊണ്ട് അവർ പാപികളായി അല്ലെങ്കിൽ ക്രൂരന്മാരായി മാറി. അതിൻ്റെ കൂടെ സാത്താനും കൂട്ടുപിടിച്ചു. ഒടുവിൽ ഈ സാത്താൻ്റെ പ്രവർത്തനം മൂലം ഈ ലോക ജനതയെ മുഴുവൻ, ലോകത്തെ മുഴുവൻ നശിപ്പിക്കുവാൻ വേണ്ടി ഇവർ കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ സാത്താനെ പറ്റി ദൈവം തന്നെ വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. ആരാണ് ഈ സാത്താൻ? യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നു. 8-ാം അധ്യായം 43 മുതൽ 45 വരെയുള്ള വാക്യത്തിൽ നാം വായിക്കുന്നത്, യേശുക്രിസ്തു ചോദിക്കുകയാണ്, വൈ കാണ്ട് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ ആം സേയിങ്? യേശുക്രിസ്തു പഠിപ്പിച്ചും കൊടുത്ത കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ഇരിക്കുന്ന ഒരു ജനതയോട് ചോദിക്കുന്നത്, വൈ കാണ്ട് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ ആം സേയിങ്? ജനം എത്രമാത്രം തങ്ങളുടെ സ്വതന്ത്ര ഇച്ഛ തിന്മ പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ തിന്മയിലേക്ക് ചാഞ്ഞുകളഞ്ഞു എന്നുള്ളതിൻ്റെ തെളിവാണിത്. കർത്താവ് പറയുന്നതൊന്നും, സാക്ഷാൽ ദൈവപുത്രൻ പറയുന്നതൊന്നും അവർ ശ്രദ്ധിക്കുന്നില്ല. യേശുക്രിസ്തു തന്നെ പറയുകയാണ്, ഇറ്റ് ഈസ് ബിക്കോസ് യു ആർ പ്രിവെൻറ്റഡ് ഫ്രം ഡൂയിങ് സോ. നന്മ ചെയ്യുന്നതിൽ നിന്നും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുന്നതിൽ നിന്നും നിങ്ങളെ വിലക്കുന്നത് സാത്താനാണ്. ഫോർ യു ആർ ദ ചിൽഡ്രൻ ഓഫ് യുവർ ഫാദർ ദ ഡെവിൾ. യു ലവ് ടു ഡു ദ ഈവിൾ തിങ്സ് ഹി ഡസ്. നിങ്ങൾ പിശാച് എന്ന പിതാവിൻ്റെ മക്കളാണ്. ആ പിശാച് ചെയ്യുന്നതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം നിങ്ങൾ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. നിങ്ങളുടെ ഞാൻ നിങ്ങൾക്ക് തന്ന ആ സ്വതന്ത്ര ബുദ്ധി, ആ സ്വതന്ത്ര ഇച്ഛ നിങ്ങൾ തെറ്റായി വിനിയോഗിച്ചിരിക്കുകയാണ്. ഈ സാത്താനെ പറ്റി പറയുകയാണ്, ഹി വാസ് എ മർഡറർ ഫ്രം ദ ബിഗിനിങ്. അവൻ ആദ്യം മുതലേ കൊലപാതകനാണ്.
ആൻഡ് എ ഹേറ്റർ ഓഫ് ട്രൂത്ത്, സത്യവിരോധിയാണ്. ദർ ഇസ് നോട്ട് ആൻ അയോട്ട ഓഫ് ട്രൂത്ത് ഇൻ ഹിം, അവനിൽ സത്യം ഒട്ടും തന്നെയില്ല. വെൻ ഹി ലൈസ് ഇറ്റ് ഈസ് പെർഫെക്റ്റ്ലി നോർമൽ, അവൻ വ്യാജം പറയുന്നെങ്കിൽ, അവൻ പോഷ്ക്ക് പറയുന്നെങ്കിൽ അത് അവൻ്റെ സ്വതസിദ്ധമായ കാര്യമാണ്. ഫോർ ഹീ ഈസ് ദ ഫാദർ ഓഫ് ലയേഴ്സ്, അവൻ വ്യാജന്മാരുടെ അല്ലെങ്കിൽ പോഷ്ക്ക് പറയുന്നവരുടെ അപ്പനാണ് എന്നാണ് ഇവിടെ യേശുക്രിസ്തു പറയുന്നത്. അപ്പോൾ ഈ പോഷ്കിൻ്റെ പിതാവായ ഈ പിശാചിനെ അനുസരിക്കുന്നവർ, അവർ ഫോഷ്ക്ക് പറയുന്നു, ഫോഷ്ക്ക് പഠിപ്പിക്കുന്നു. ഇത് ഫോഷ്ക്കാണ് എന്ന് പറയുന്നത് എന്താണ്? കാരണം സത്യദൈവത്തെ അവർ അറിയുന്നില്ല, ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ അറിയുന്നില്ല. ദൈവത്തിൻ്റെ പ്രമാണം എന്താണ് സഹോദരങ്ങളെ? സ്നേഹമാണ്. ദൈവം സ്നേഹം തന്നെ. ഇങ്ങനെയാണോ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത്? മുല കുടിക്കുന്ന പൈതലിനെ മുതൽ ക്രിസ്ത്യാനിയെയും യഹൂദനെയും നിങ്ങൾ പകയ്ക്കണം, അവനെ കാണുന്നിടത്ത് വെച്ച് വെട്ടിക്കൊല്ലണം എന്ന് മതപാഠശാലയിൽ പഠിപ്പിക്കുന്നത് സ്നേഹം കൊണ്ടാണോ? കർത്താവ് സ്നേഹമാണ്. അവൻ സ്നേഹിച്ചത് കൊണ്ടാണ് ലോക ജനതയെ രക്ഷിക്കുവാൻ വേണ്ടി പിശാചിൻ്റെ അടിമകളാക്കി വച്ചിരുന്ന, മരണത്തിന് അടിമപ്പെട്ടിരുന്ന ജനത്തെ രക്ഷിക്കുവാൻ വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് തൻ്റെ സ്നേഹമാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് തന്നിൽ ആരൊക്കെയാണ് വിശ്വസിക്കുന്നത്, തന്നിൽ വിശ്വസിക്കുന്നവരെയൊക്കെയും രക്ഷപ്പെടുത്തുവാനാണ്. അവരാരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനാണ്. അതുകൊണ്ടാണ് അത്രമാത്രം അവൻ ലോകത്തെ സ്നേഹിച്ചു, തൻ്റെ സൃഷ്ടിയെ സ്നേഹിച്ചു. തൻ്റെ സൃഷ്ടിയെ എത്രമാത്രം സ്നേഹിച്ചോ അതിൻ്റെ പ്രതിഫലനമാണ് ദൈവം തന്നെ നമ്മെപ്പോലെ ഒരു മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങിയത്. നമ്മുടെ പാപവും ശാപവും രോഗവും ദുഃഖവും എല്ലാം അവൻ ഏറ്റെടുത്തുകൊണ്ട് ക്രൂശിന്മേൽ കയറി നമുക്ക് വേണ്ടി അവൻ ബലിയായി തീർന്നു. കാരണം രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല ഒരു പ്രമാണമുണ്ടായിരുന്നു. നമുക്ക് വേണ്ടി അവൻ രക്തം ചൊരിഞ്ഞു. എന്താണ് അതിൻ്റെ പ്രയോജനം? കർത്താവ് പറഞ്ഞു, നാം നമ്മുടെ സ്വയശക്തി കൊണ്ടോ നാം എന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ടോ രക്ഷ പ്രാപിക്കുവാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡുമായി തട്ടിച്ചു നോക്കുമ്പോൾ നമ്മുടെ യാതൊരു പ്രവൃത്തിയോ ഒരു നീതിപ്രവൃത്തിയോ ദൈവത്തെ പ്രാപിക്കുവാൻ അല്ലെങ്കിൽ ദൈവസന്നിധിയിലേക്ക് അടുക്കുവാൻ നമുക്ക് ഒക്കത്തില്ല. അതുകൊണ്ട് സാധ്യമല്ല. സാത്താൻ തൻ്റെ പ്രേരണയാൽ അതിനോട് നമ്മെ തന്നെ വിട്ടുകൊടുത്തതാണ്. സാത്താൻ്റെ ചെയ്തികൾക്ക് നാം നമ്മെ തന്നെ വിട്ടുകൊടുത്തത് കൊണ്ടാണ് നാം പാപികളായി മാറിയത്. പക്ഷേ കർത്താവ് പറയുന്നു, എന്നിൽ വിശ്വസിക്കുക. ഞാൻ എന്തിനു വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്നു? ഞാൻ നിങ്ങളുടെ പാപം ഏറ്റെടുത്തു. നിങ്ങൾ വിശ്വസിക്കുക. ആ പാപം മായ്ച്ചു കളഞ്ഞു. എന്നിൽ വിശ്വസിക്കുക. ആ ഒരൊറ്റ കാര്യമേ കർത്താവ് ചോദിക്കുന്നുള്ളൂ. വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടും. ബാക്കി കാര്യങ്ങളൊന്നും നമ്മളെക്കൊണ്ട് ചെയ്യാൻ ഒക്കത്തില്ല എന്ന് നമ്മുടെ സൃഷ്ടാവിനറിയാം. അതുകൊണ്ടാണ് ചെയ്യുവാൻ സാധിക്കുന്ന ആ ഒരേ ഒരു കാര്യം, നിങ്ങൾ വിശ്വസിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്നു. നിങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി ഞാൻ യാഗമായി മാറി. നിങ്ങൾ എന്നിൽ വിശ്വസിക്കുക. ആ ഒരു നിസ്സാര കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ നന്മയിലേക്ക് നയിക്കും. കാരണം ലോകത്തിൻ്റെ രക്ഷിതാവാണ്, ലോകത്തിൻ്റെ സൃഷ്ടാവാണ്, സകലത്തിൻ്റെ സൃഷ്ടാവാണ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മിലൊരുവനെ പോലെയായി ഈ ഭൂമിയിലേക്ക് വന്നത്. നാം ഇനി പിശാചിന് അടിമപ്പെടുവാനുള്ളവരല്ല. പിശാചിൻ്റെ സ്വഭാവം വിശുദ്ധ ബൈബിൾ പറയുന്നത് അവൻ കൊല്ലുവാനും അറുക്കാനും മുടിപ്പാനും മാത്രമാണ് വന്നിരിക്കുന്നത്. അത് യേശുക്രിസ്തു തന്നെ പറഞ്ഞതാണ്. പിശാച് വന്നിരിക്കുന്നത് അവൻ അറുക്കാനും മുടിപ്പാനും മോഷ്ടിപ്പാനുമാണ്. അവൻ മോഷ്ടാവാണ്, അവൻ കൊലയാളിയാണ്, അവൻ ലയറാണ്, ഫാദർ ഓഫ് ലയേഴ്സാണ്. ഹോഷ്ക്ക് പറയുന്നവൻ്റെ അപ്പനാണ്. ഇത് യേശുക്രിസ്തു വ്യക്തമായി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഈ പിശാചിൻ്റെ കെണിയിൽ അകപ്പെടാതെ വിശുദ്ധ ബൈബിൾ പറയുന്നത് പോലെ ഈ പിശാചിൻ്റെ കെണിയിൽ അകപ്പെടാതെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് ഈ രക്ഷകൻ്റെ വിളിയെ ശ്രവിക്കാം. ഇന്ന് നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്. മജോറിറ്റി ആയിട്ടുള്ള ഈ ആൾക്കാർ, ലോക ജനതയുടെ പകുതിയിൽ
പകുതിയിൽ കൂടുതൽ ആൾക്കാർ ഈ ഒരു നിഷ്ഠൂരനായ പിശാചിൻ്റെ കരങ്ങളിൽ അവൻ്റെ പിണിയാളുകളായി ചട്ടുകങ്ങളായി വർത്തിക്കുമ്പോൾ, പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇന്നും നിങ്ങൾക്ക് ഈ സ്നേഹവാനായ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാം. അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു. കാരണം നിങ്ങൾ അവൻ്റെ സൃഷ്ടികളാണ്. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. സ്വതന്ത്ര ഇച്ഛയോടെ നിങ്ങളെ സൃഷ്ടിച്ചത് കൊണ്ടാണോ നിങ്ങൾ ആ ഇച്ഛാശക്തി, സ്വതന്ത്ര ആ ഇച്ഛ, ആ ഫ്രീ വിൽ നിങ്ങൾ ദുഷ്ടത പ്രവർത്തിക്കുവാൻ വേണ്ടി വിനിയോഗിച്ചത്? നിങ്ങൾക്കത് നന്മയല്ലാതെ കൊല്ലും കൊലയും തീവെപ്പും അല്ലാതെ ഒന്നും നിങ്ങൾക്ക് തരത്തില്ല. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾ ലോകം മുഴുവനെയും ഇളക്കിക്കളഞ്ഞു, സ്വസ്ഥത നശിപ്പിച്ചു. നിങ്ങൾ ഇനിയും പശ്ചാത്താപപ്പെട്ട് ദൈവത്തോട് നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് അവൻ്റെ അടുക്കിലേക്ക് അടുത്തു വരുമോ? അവൻ ധാരാളമായി ക്ഷമിക്കും സഹോദരങ്ങളെ. അവൻ ധാരാളമായി ക്ഷമിക്കും. അവൻ്റെ ക്ഷമയാണ് നമുക്ക് നിത്യജീവൻ തന്നത്. അവൻ്റെ നിത്യജീവനിലേക്ക് നിങ്ങൾ കടന്നു വരുമോ? നിങ്ങളുടെ പാപം അവൻ ക്ഷമിക്കും. ദൈവത്തിൻ്റെ മുമ്പിൽ, സത്യദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ ഏറ്റു പറയുക, ദൈവമേ, ഞങ്ങൾ പാപം ചെയ്തു പോയി, ഞങ്ങൾക്കറിവില്ലായിരുന്നു, ഞങ്ങളെ പഠിപ്പിച്ചവർ ഞങ്ങളെ തെറ്റായി പഠിപ്പിച്ചു, ഞങ്ങൾ തെറ്റായ പാതയിലേക്ക് ഞങ്ങൾ പോയി, ഞങ്ങളെ വിടുവിക്കണമേ, രക്ഷിക്കണമേ. എൻ്റെ ദൈവം നിങ്ങളോട് ക്ഷമിക്കും. അവൻ ധാരാളമായി ക്ഷമിക്കും. അവൻ ധാരാളമായി കരുണ കാണിക്കും. അവൻ കരുണാനിധിയാണ്. ഹി ഈസ് സോ മേഴ്സിഫുൾ, സോ കമ്പാഷണേറ്റ്. അവൻ്റെ സന്നിധിയിലേക്ക് നിങ്ങൾ അടുത്തു വരുമോ? ഇന്നും നിങ്ങൾക്ക് രക്ഷയുണ്ട് സഹോദരങ്ങളെ. ഈ നിമിഷം നിങ്ങൾക്ക് രക്ഷയുണ്ട്. വിശുദ്ധ ബൈബിൾ പറയുന്നു, ഗലേഷ്യൻസ് ചാപ്റ്റർ 4 വേഴ്സ് 8 പ്രകാരം വായിക്കുന്നു, ബിഫോർ യു ജെൻറ്റൈൽസ് ന്യൂ ഗോഡ്, യു വെർ സ്ലേവ്സ് ടു സോ കോൾഡ് ഗോഡ്സ് ദാറ്റ് ഡിഡ് നോട്ട് ഈവൻ എക്സിസ്റ്റ്. ഇല്ലാത്ത ഒരു ദൈവത്തിൻ്റെ പേര് നിങ്ങൾക്ക് സാത്താൻ പറഞ്ഞു തന്നിരിക്കുകയാണ്. ഇല്ലാത്ത ഒരു ദൈവത്തെ ആരാധിക്കുന്നവരാണ് നിങ്ങൾ. അതാണ് ഇവിടെ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. ബിഫോർ യു ജെൻറ്റൈൽസ് ന്യൂ ഗോഡ്, യു വെയർ സ്ലേവ്സ് ടു സോ കോൾഡ് ഗോഡ്സ് ദാറ്റ് ഡിഡ് നോട്ട് ഈവൻ എക്സിസ്റ്റ്. അന്നത്തെ ആൾക്കാരോട് പൗലോസ്ലീഹ ലേഖനം എഴുതുമ്പോൾ ഗലാത്യയിലുള്ള സഭയിലെ ആൾക്കാരോട് പറയുകയാണ്, അവർ ക്രിസ്തുവിലോട്ട് തിരിഞ്ഞു ആൾക്കാരാണ്, അവരോട് പറയുകയാണ്, നിങ്ങൾ ദൈവത്തെ അറിയുന്നതിന് മുമ്പേ ഇന്ന് ദൈവത്തെ അറിയുവാനുള്ള ചാൻസ് നിങ്ങൾക്കുണ്ട്. അവരോട് പൗലോസ്ലീഹ പറഞ്ഞതുപോലെ തന്നെ ഞാനും പറയുകയാണ്, ഈ ദൈവത്തെ നിങ്ങൾ അറിയുക. യു ആർ സ്ലേവ്സ് ടു ദ സോ കോൾഡ് ഗോഡ് ദാറ്റ് ഡിഡ് നോട്ട് ഈവൻ എക്സിസ്റ്റ്. ഇല്ലാത്ത ഒരു ദൈവത്തെ ഇല്ലാത്ത പേര് പറഞ്ഞ് നിങ്ങൾ ആരാധിക്കുകയാണ്. നിങ്ങൾ ചതിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ ഒരു വലിയ ജനതതി മുഴുവൻ ചതിക്കപ്പെട്ടിരിക്കുകയാണ്. അത്രമാത്രം ചതിയനാണ് സാത്താൻ. ആ സാത്താൻ്റെ ചതിയിൽ അകപ്പെട്ടു പോയല്ലോ നിങ്ങൾ. ആ ചതിയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുവാൻ ഇന്നും അവസരമുണ്ട്, ഇപ്പോഴും അവസരമുണ്ട്. മറ്റൊരുത്തനിലും രക്ഷയില്ല എന്നാണ് മറ്റൊരുത്തനിലും രക്ഷയില്ല. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. അത് ആർക്ക് നല്ലവണ്ണം അറിയാം? ആ ദൈവത്തിൻ്റെ സൃഷ്ടിയായ സാത്താൻ അറിയാം. അവനെ സാത്താനായിട്ടല്ല ദൈവം നിർമ്മിച്ചത്, ഏറ്റവും നല്ലൊരു ദൂതനായിട്ടാണ് നിർമ്മിച്ചത്. ലൂസിഫർ, ലൈറ്റ് ബ്രിങ്ങർ, ദൈവത്തോടും ദൈവപ്രമാണങ്ങളോടും മറുതലിച്ച് ആരാധന സ്വയം ആഗ്രഹിച്ചുകൊണ്ട്, സൃഷ്ടാവിന് കൊടുക്കേണ്ട ആരാധന സൃഷ്ടി ആഗ്രഹിക്കുകയാണ്. എനിക്ക് പോരട്ടെ ആരാധനയെല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ആ സൃഷ്ടി, ആ സാത്താനായി തീർന്ന ദൂതനായിരുന്ന ആ ലൂസിഫർ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ആ ലൂസിഫറാണ് എല്ലാവരെയും പാപത്തിനും ശാപത്തിനും അടിമകളാക്കി മാറ്റിയിരിക്കുന്നത്. ദൈവമല്ലാത്ത, അങ്ങനെ എക്സിസ്റ്റ് ചെയ്യാത്ത ഒരു ദൈവത്തെ ആ ഒരു പേരും വിളിച്ചുകൊണ്ട് ആരാധിക്കുവാൻ നിങ്ങളെ
ഇൻഡ്യൂസ് ചെയ്തപ്പോൾ, അല്ലെങ്കിൽ നിങ്ങളെ പ്രേരിപ്പിച്ചപ്പോൾ, നിങ്ങളുടെ സ്വതന്ത്ര ഇച്ഛ കൊണ്ട് നിങ്ങൾ പറയണമായിരുന്നു, ഇല്ല, ഞങ്ങൾ സത്യദൈവത്തെ മാത്രമേ ആരാധിക്കൂ, അവൻ മാത്രമാണ് സത്യേക ദൈവം, നീ ഡെവിളാണ്, നീ ദൈവസന്നിധിയിൽ നിന്ന് ദൈവം പുറത്താക്കിയ ദൂതനാണ്, നീ ഈവിളായി മാറി, ഡെവിളിനെ ഞങ്ങൾ ആരാധിക്കില്ല എന്ന് പറയണമായിരുന്നു. പക്ഷെ ആരാധിച്ചുകൊണ്ട് ലോക ജനതയെ മുഴുവൻ കലക്കി മറിച്ചുകൊണ്ട് ആയിരിക്കുകയാണ്, സാത്താൻ പ്രവർത്തിക്കുകയാണ്. ഇന്നും സഹോദരങ്ങളെ മനസ്സിലാക്കുക, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം ഒഴികെ. അത് മനസ്സിലാക്കുക. ദൈവമല്ലാത്തവയെ ആരാധിക്കാതിരിക്കുക. കാരണം എല്ലാ പ്രശ്നങ്ങളും തുടങ്ങുന്നത് ഈ ദൈവവും സാത്താനും തമ്മിലുള്ള, അല്ലെങ്കിൽ അത് ബേസ് ചെയ്താണ്. കാരണം ദൈവമാണ് സകലത്തിൻ്റെയും സൃഷ്ടാവ് എന്ന് അംഗീകരിച്ചു കൊടുക്കാത്ത സൃഷ്ടി ആരാധന ആവശ്യപ്പെടുകയാണ്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, നാം സൃഷ്ടിയെ അല്ല ആരാധിക്കേണ്ടത്, സൃഷ്ടാവിനെയാണ് ആരാധിക്കേണ്ടത്. ഈ സൃഷ്ടാവ് ആരുടെയും കുത്തകയല്ല, എല്ലാവരുടെയും സൃഷ്ടിതാവാണ്, എല്ലാവരുടെയും സൃഷ്ടിതാവാണ്. അവനിൽ സ്നേഹം മാത്രമേ ഉള്ളൂ സഹോദരങ്ങളെ. അവൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ തരുവാനും സമൃദ്ധിയായി തരുവാനുമാണ്. He has come to give you life and life eternal, life everlasting and life abundantly. സമൃദ്ധിയായി തരുവാനാണ്. ആ നിത്യജീവൻ നിങ്ങൾക്ക് അവൻ സമൃദ്ധിയായി തരും. അത് കർത്താവിൻ്റെ വചനമാണ്. കർത്താവെന്ന് പേരുള്ളവൻ്റെ വചനമല്ല, സാക്ഷാൽ കർത്താവിൻ്റെ വചനമാണ്. കർത്താവെന്നും ദൈവമെന്നും പേരെടുത്തുകൊണ്ട് സാത്താൻ അനേകരെ തൻ്റെ പക്കലേക്ക് ആകർഷിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവൻ്റെ വാക്കല്ല ഇത് സാക്ഷാൽ ദൈവത്തിൻ്റെ വാക്കാണ്. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. മറ്റൊരു കാര്യം കൂടെ സഹോദരങ്ങളെ, പലരും പറയുന്ന ഒരു കാര്യമാണ്, ഇന്ന വ്യക്തികൾ, ആ ജനതയുടെ പെട്ട ആൾക്കാർ തന്നെയാണ് ജോലി ചെയ്യുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ അവർ ക്രിസ്ത്യാനികളും അല്ലെങ്കിൽ യഹൂദന്മാരും താമസിക്കുന്ന, അവരുടെ അയൽവക്കത്ത് താമസിക്കുന്നവർ, അല്ലെങ്കിൽ അവരുടെ കൂടെ ജോലി ചെയ്യുന്ന ഇത്ര നല്ല ആൾക്കാരില്ല എന്നാണ് ഇവർ പറയുന്നത്. കാരണം ഈ ജനസമൂഹം അവർ ആരുടെ അയൽവക്കത്ത് അവർ താമസിക്കുന്നു, അല്ലെങ്കിൽ ആരുടെ സൊസൈറ്റിയിൽ അവർ മൂവ് ചെയ്യുന്നു, അപ്പോൾ അവർക്ക് മാന്യമായും സംസ്കാരപൂർണമായും പെരുമാറുവാൻ അറിയാമെങ്കിൽ, അവർക്ക് പങ്കിടുവാൻ അറിയാമെങ്കിൽ, അവർക്ക് സ്നേഹിക്കുവാൻ അറിയാമെങ്കിൽ, അവർ സത്യദൈവ ആരാധികളായി മാറിയാൽ അവർ എത്രമാത്രം നല്ലവരായിരിക്കും, എത്രമാത്രം അവർ സ്നേഹമുള്ളവരും അനുകമ്പയുള്ളവരും മറ്റുള്ളവരുമായി പങ്കിടുന്നവരും സ്നേഹിക്കുന്നവരുമായിരിക്കും. ക്രിസ്ത്യാനികളുടെയും യഹൂദന്മാരുടെയും സാന്നിധ്യത്തിൽ വെറുതെ അവരുടെ അയൽപക്കത്ത് താമസിക്കുന്നുവെന്ന ഒറ്റ കാരണത്താൽ, അല്ലെങ്കിൽ അവരുടെ കൂടെ ജോലി ചെയ്യുന്നുവെന്ന ഒറ്റ കാരണത്താൽ, അവരുടെ ജോലി മേഖലയിൽ, അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്ഷിപ്പിൽ, അവരുടെ സൗഹൃദത്തിൽ ഇവർക്ക് നല്ലതുപോലെ പെരുമാറുവാൻ അറിയാമെങ്കിൽ അവർ ദൈവാരാധികളായി, സത്യദൈവ ആരാധികളായി മാറിയിരുന്നെങ്കിൽ അവർ എത്രമാത്രം നല്ലവരാകുമായിരുന്നു. ഒരു കാര്യം നാം ഓർക്കേണ്ടത്, അവർ അങ്ങനെ പെരുമാറുമ്പോൾ തന്നെ അവർ അവരുടെ തത്വസംഹിതകളെ മുറുകെ പിടിക്കുന്നവരാണ്. അത് അവരുടെ വേഷവിധാനത്തിലും അവരുടെ ആഹാര രീതിയിലും നാം മനസ്സിലാക്കും. നമ്മുടെ അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് നടത്തുന്ന, അല്ലെങ്കിൽ സത്യദൈവ ആരാധികൾ നടത്തുന്ന കടകളിൽ അവർ കയറുകയോ അവരുണ്ടാക്കുന്ന ഭക്ഷണം അവർ കഴിക്കുകയോ ചെയ്യാറില്ല. അവർ ശഠിക്കുന്നത് ഞങ്ങൾ എങ്ങനെയാണ് ഭക്ഷണം തരുന്നത്, ഞങ്ങൾ ഏത് രീതിയിലാണ് ഫിഷും മീറ്റും ഒക്കെ കൊടുക്കുന്നത്, അതൊക്കെയാണ് കഴിക്കേണ്ടത്. എല്ലാം അവരുടെ ആ രീതിയിൽ, അവരുടെ ഭക്ഷണക്രമത്തിൻ്റെ അനുസരിച്ച് ലോകത്തിലുള്ള സകലമാന ആഹാര സാധനങ്ങളും ആ ലേബലിൽ അവർ ഇറക്കിയിരിക്കുകയാണ്. കാരണം അവർ
പിശാചിനെ ആവാഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ രീതിയിലുള്ള എന്തോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് അത് ഉണ്ടാക്കുന്നതും പിന്നെ മൃഗങ്ങളെ അറുക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെ അതൊക്കെയാണ് ബാക്കിയുള്ളവർ വാങ്ങിച്ച് ഭക്ഷിക്കേണ്ടത്. അല്ലെങ്കിൽ ലോകം മുഴുവൻ അവരെ കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ കടകളിൽ ചെന്നാൽ അതുമാത്രമേ കിട്ടുകയുള്ളൂ. ആ ഒരു രീതിയിലാണ് എങ്ങനെ മറ്റുള്ളവരെ സാത്താനിലേക്ക് ആകർഷിക്കാം, അല്ലെങ്കിൽ സത്യദൈവത്തിൽ നിന്ന് സത്യനമസ്കാരികളെ സത്യദൈവ ആരാധനയിൽ നിന്നും എങ്ങനെ അകറ്റാം. വേഷവിധാനങ്ങൾ കൊണ്ടകറ്റാമോ, ഫുഡ് കൊണ്ടകറ്റാമോ? വേഷവിധാനം നമ്മൾ സ്വീകരിക്കത്തില്ല എന്നറിയാം, എന്നാൽ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടെ ആകട്ടെ എന്ന് കരുതി അവർ ആ രീതിയിൽ ഭക്ഷണം എടുക്കുകയാണ്. നമുക്കറിയാം ഇംഗ്ലണ്ടിൽ നടന്നത്. ഭക്ഷണത്തിൽ മനുഷ്യ മലം കലർത്തുന്നു, അതുപോലെ തുപ്പുന്നു, മൂത്രമൊഴിക്കുന്നു. ആ രീതിയിലുള്ള കാര്യങ്ങളാണ് സത്യദൈവ ആരാധികളോടുള്ള ആ വിരോധം അവർ തീർക്കുകയാണ്. ഇതെല്ലാം എങ്ങനെയാണ് ഈ പുറത്തു വന്നത് സഹോദരങ്ങളെ? ഇതെല്ലാം ഇനി അറിയാത്തതായിട്ട് ആരുമില്ല. സൈറ്റൻ ഈസ് എക്സ്പോസ്ഡ്. എന്താണ് ഇവൻ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ലോകം മുഴുവൻ കണ്ടു കഴിഞ്ഞു. ഇനി രക്ഷയില്ല, ഇനി ഒളിച്ചു വെക്കാൻ ഒന്നുമില്ല, എല്ലാം വെളിവായി കഴിഞ്ഞു. അനേക ആളുകൾ, അധ്യാപകർ, വിവരമുള്ളവർ ഇവരുടെ മതസംഹിതകളൊക്കെ പഠിക്കുകയാണ്. അതിൻ്റെ റൂട്ട്, ഭാഷ മുതൽ സകലവും പഠിക്കുകയാണ്, റിസർച്ച് ചെയ്യുകയാണ്. എന്താണിത്? പഠിച്ചു കഴിഞ്ഞപ്പോൾ തികച്ചും പൈശാചികമാണ്, ഡബിൾ ഇൻ ആക്ഷനാണ് ഇവരുടെ പ്രവർത്തികൾ മുഴുവൻ എന്ന് മനസ്സിലാക്കി. ഇത് ഇൻഡ്യൂസ് ചെയ്തത് സാത്താനാണ്. അവനിലേക്ക് ആരാധന വരുത്തുവാൻ വേണ്ടി സാത്താൻ നടത്തുന്ന ശ്രമങ്ങളാണ് ഇത് എന്നവർ മനസ്സിലാക്കി കഴിഞ്ഞു. പഠിപ്പിച്ചു കഴിഞ്ഞു. അവർ സംവാദത്തിന് വിളിക്കുകയാണ്. നിങ്ങൾ വരിക, നമുക്ക് തമ്മിൽ സംവാദിക്കാം. ഞങ്ങളിത് മുഴുവൻ പഠിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ റൂട്ട്, മൂലഭാഷ തൊട്ട് ഇതിൻ്റെ ഉത്ഭവം തൊട്ട് അവർ സഞ്ചരിക്കുന്ന വഴികൾ, അവർ ആരാധിക്കുന്ന ഇടങ്ങൾ എല്ലാം അവർ റിസർച്ച് ചെയ്ത് മണ്ണും കല്ലും സർവമാന കാര്യങ്ങളും അവർ റിസർച്ച് ചെയ്ത് പഠിച്ചു കഴിഞ്ഞു. എന്താണിത് എന്ന് നിങ്ങൾ അവരോട് തന്നെ പറയുവാൻ അവർ വിളിക്കുകയാണ്. നിങ്ങൾ വാ, ഞങ്ങൾ പറഞ്ഞു തരാം ഇത് എന്താണെന്ന്, ഞങ്ങൾ പഠിപ്പിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ അനുഷ്ഠിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അനുധാവനം ചെയ്യുന്നത് വെറും ശൂന്യതയാണ്. സാത്താനെയാണ് ആരാധിക്കുന്നത്. അവൻ നിങ്ങളെ കൊല്ലും, നിങ്ങളെ നശിപ്പിക്കും, നിങ്ങൾക്ക് നിത്യജീവനില്ലാതെയാകും. അതാണ് സാത്താൻ്റെ ലോകം മുഴുവൻ, അല്ലെങ്കിൽ ആരംഭം മുതൽ അവൻ്റെ ആഗ്രഹം. കൊല്ലുവാനും അറുക്കാനും മുടിപ്പാനും വന്ന സാത്താൻ അത് ചെയ്തിരിക്കും. അറുക്കുവാൻ കൊണ്ടുപോകുന്ന ആടിന് ഭക്ഷണം കൊടുക്കുന്നത് പോലെയാണ്. അറുക്കാനുള്ള ആടുകളെ പോലെ നിങ്ങളെ അവൻ വലിച്ചു കൊണ്ടുപോവുകയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഇത് എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞു. അനേക സത്യവിശ്വാസികൾ ഇത് പഠിച്ച് പല ഇടങ്ങളിൽ, സമൂഹങ്ങളിൽ, സോഷ്യൽ മീഡിയകളിലൂടെ എല്ലാം ഇത് നിരന്തരം 24 hours 24/7 ജനങ്ങൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ സംഹിതകളും ഇങ്ങനെ ഉരുവിട്ടുകൊണ്ട് വായിച്ച് അവരെ സംവാദത്തിന് വിളിക്കുകയാണ്. നിങ്ങൾ വന്ന് പറ, ഇതിനകത്ത് എവിടെ ഇരിക്കുന്നു നന്മ, എവിടെ ഇരിക്കുന്നു ഇതിനകത്ത് കഴമ്പ്, എന്താണിത് എന്നാണ് ചോദിക്കുന്നത്. എത്രമാത്രം സെക്ഷൽ ക്രൈംസാണ് ഇവിടെ നിങ്ങൾ ചെയ്യുവാൻ വേണ്ടി നിങ്ങളെ ഇതിനകത്ത് പ്രേരിപ്പിച്ചിരിക്കുന്നത്. അത് മാത്രമാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ എങ്ങനെയാണ് നിങ്ങൾ മനുഷ്യമാംസം വരെ തിന്നുവാനാണ് അവർക്ക് ആഹ്വാനം കൊടുത്തിരിക്കുന്നത്. മനുഷ്യമാംസം. നിങ്ങൾക്ക് അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ആരെയാണ് ആദ്യം കൊന്ന് തിന്നേണ്ടത് എന്ന് വരെ പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഒരു സംഹിതകളാണ് കയ്യിൽ വെച്ചുകൊണ്ട് നടക്കുന്നത്. ഇത് മുഴുവൻ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞു സഹോദരങ്ങളെ, മുഴുവൻ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് രക്ഷയില്ല. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ മാടി വിളിക്കുകയാണ്. നിങ്ങൾ അവൻ്റെ സന്നിധിയിലേക്ക് വരുമോ? നിങ്ങൾ ചെയ്ത തെറ്റുകളും കുറ്റങ്ങളും ഒന്നും അവൻ ഓർക്കയില്ല. നിങ്ങൾ മനസ്താപപ്പെട്ട് അവൻ്റെ സന്നിധിയിൽ അടുത്തുക. അവനാണ് സൃഷ്ടാവ്. അവനാണ് സൃഷ്ടാവെന്ന് മനസ്സിലാക്കുവാൻ മനുഷ്യജാതിയേക്കാൾ നല്ലവണ്ണം അറിയാവുന്നത് അവനാണ് സൃഷ്ടാവ്, അവനാണ് സകലത്തെയും ഭരിക്കുന്നവൻ, നിയന്ത്രിക്കുന്നവൻ, അവനാണ് ഏക സത്യദൈവമെന്ന് എല്ലാവരെയും ലോകത്തിലുള്ള ഏതു മനുഷ്യനെയും കൂടുതൽ അറിയാവുന്നത് ദൈവസന്നിധിയിൽ നിന്നിരുന്ന ഏറ്റവും
സുന്ദരനായ, ബുദ്ധിമാനായ, കഴിവുള്ളവനായി കർത്താവ് നിർമ്മിച്ച ആ ലൂസിഫർ പിന്നീട് സാത്താനായി മാറിയ ആ ലൂസിഫറിനാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഡെവിളായി സ്വയം മാറിയ ആ സാത്താനാണ് അതറിയാവുന്നത്. എല്ലാവരെയും കൂടുതൽ ശരിക്കും അറിയാവുന്നത് ആരാണ് സത്യേക ദൈവം. അതുകൊണ്ടാണ് അവൻ ആരാധന മാറ്റിക്കളഞ്ഞത്. സത്യദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്നും ആരാധന അവൻ ആദ്യമേ മാറ്റിയത് അതുകൊണ്ടാണ്. എന്നെ ആരാധിക്കണം, എനിക്കാണ് ആരാധന വേണ്ടത്. അങ്ങനെ അതിൽ അവൻ്റെ കുതന്ത്രത്തിൽ അകപ്പെട്ടു പോയ ഒരു വലിയ ജനതയാണ്. ആ ജനതയിൽ നിന്നാണ് ഈ ലോകത്തിലെ സകലവിധ ഭീകര സംഘടനകളും ഉടലെടുത്തിരിക്കുന്നത്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ബസ്സിൽ ബോംബിടുന്നു, സഞ്ചരിക്കുന്ന ബസ്സുകളിൽ, അതുപോലെ മാർക്കറ്റ് പ്ലേസിൽ ബോംബിടുന്നു, നശിപ്പിക്കുന്നു, ടവേഴ്സ് ബോംബിട്ട് നശിപ്പിക്കുന്നു, കപ്പൽ നശിപ്പിക്കുന്നു, ആളുകൾ കൂടി നിൽക്കുന്നിടത്ത് നശിപ്പിക്കുന്നു. അവരുടെ ആഘോഷങ്ങളിൽ പാരഷൂട്ടെ വന്ന് ഇറങ്ങിയിട്ട് ആളുകളെ കവർന്നുകൊണ്ട് പോകുന്നു, അവരെ ബലാത്സംഗം ചെയ്യുന്നു, അവരുടെ വയലേലകൾ, വീടുകളെല്ലാം തീയിട്ട് നശിപ്പിക്കുന്നു. സംഹാരം, ഇത് മാത്രമാണ് ക്രൂരത, സംഹാരം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, സാത്താൻ്റെ മുഖമുദ്രയാണ് അവൻ അറുക്കാനും ഒടിപ്പാനും മോഷ്ടിക്കാനുമാണ് വന്നിരിക്കുന്നത്. സാക്ഷാൽ ദൈവം പറഞ്ഞിരിക്കുന്നതാണ്. ഇതല്ലേ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് സഹോദരങ്ങളെ. യേശുക്രിസ്തു പറഞ്ഞത് എത്രമാത്രം സത്യമാണെന്ന് നാം മനസ്സിലാക്കി. അവൻ കുഞ്ഞുങ്ങളെ വിലമതിക്കുന്നില്ല, മനുഷ്യരെ വിലമതിക്കുന്നില്ല, മനുഷ്യജീവനെ വിലമതിക്കുന്നില്ല, മനുഷ്യരെ സ്നേഹിക്കുന്നില്ല. വിദ്വേഷം, വെറുപ്പ്, വെറുക്കണം, അവരെ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാക്കണം. സത്യദൈവ ആരാധികളെ ഭൂമിയിൽ നിന്ന് നിഷ്കാസനം ചെയ്യണം, ലോകം മുഴുവൻ പിടിച്ചെടുക്കണം, ലോകം മുഴുവൻ വെറുപ്പ് വ്യാപിപ്പിക്കണം, അവരെ കൊല്ലണം, ലോകം മുഴുവൻ സാത്താൻ്റെ അധീനതയിലാകണം എന്നുള്ള ഒരേ ഒരു അജണ്ടയുമായി അത് പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ജനതതി. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ എക്സ്പോസ്ഡായി കഴിഞ്ഞു. എന്താണ് ഈ സാത്താൻ ചെയ്യുന്നത്, അവൻ്റെ അജണ്ട എന്താണെന്നുള്ളത് എക്സ്പോസ്ഡായി കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് രക്ഷയില്ല. യേശുക്രിസ്തുവിൻ്റെ അടുത്തേക്ക് മടങ്ങി വരും. അവനാണ് ഏകരക്ഷിതാവ്, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല, യേശുക്രിസ്തു എന്ന നാമം ഒഴികെ. പ്രിയ സഹോദരങ്ങളെ, ഈ വൈകിയ വേളയിലെങ്കിലും നിങ്ങൾ ദൈവത്തിൻ്റെ വിളിയെ ശ്രവിക്കുമോ? അവൻ നിങ്ങളെ സ്വീകരിക്കും, നിങ്ങളുടെ സകല പാപവും അവൻ മോചിക്കും, നിങ്ങളെ രക്ഷിക്കും, നിങ്ങളെ അവൻ സ്നേഹിക്കുന്നു. തൻ്റെ പ്രാണനെ കൊടുത്തുകൊണ്ട് യേശുക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചു. അവൻ്റെ വിളിയെ ശ്രവിക്കുമോ? താങ്ക് യു ഫോർ വാച്ചിങ്. May God bless you.